ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. സ്നേഹമുള്ളവരെ, മിസ്ബ കൺവെൻഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ കൺവെൻഷനിൽ കേട്ടതായിരുന്നു. ഈ രണ്ടാം ഭാഗത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുമുണ്ട്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ തമ്പുരാൻ തക്ക ഇണയെ കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ ആദ്യമായി കുടുംബം സംവിധാനം ചെയ്യപ്പെട്ടു. വിശ്വാസപൂർവം വാഗ്ദാനങ്ങൾ നിറവേറ്റി ആഗ്രഹത്തോടെ ജീവിക്കുന്ന വിവാഹമെന്ന കൂദാശയിലൂടെ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ദമ്പതികൾ കുടുംബം സ്ഥാപിക്കുന്നു. ഈ സംവിധാനം ചെയ്യപ്പെട്ട കുടുംബം ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് വ്യക്തികൾ മാത്രം എടുക്കുന്ന ഈ തീരുമാനങ്ങൾ പല കുടുംബങ്ങളെയും ശിഥിലമാക്കുന്നു. മുൻകാലങ്ങളിലും യഥാർത്ഥത്തിലും വേണ്ടിയിരുന്നത് രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ എടുക്കേണ്ട തീരുമാനമായിരുന്നു വിവാഹം. എന്നാൽ ഇന്ന് രണ്ട് വ്യക്തികൾ മാത്രം എടുക്കുകയും മാതാപിതാക്കൾ അത് അംഗീകരിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. ഇപ്രകാരം സംഭവിക്കുമ്പോഴാണ് വിവാഹമോചനങ്ങൾ പെരുകുന്നത്. ധാരാളം വിവാഹമോചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി മനോവിഷമങ്ങൾ നമുക്കിതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ മറുപുറത്ത് ഒരു വിഭാഗം ദുഃഖിക്കുന്നത് മറ്റൊരു കാരണത്താലാണ്. അത് മറ്റൊന്നുമല്ല, 30 വയസ്സും 40 വയസ്സും കഴിഞ്ഞിട്ട് പതിനായിരങ്ങൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ വിവാഹമെന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഭവനങ്ങളിലായിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ 30 വയസ്സ് വരെ കാത്തിരിക്കണമായിരുന്നോ? എന്തുകൊണ്ടാണ് ഇവരുടെ വിവാഹങ്ങൾ ഇത്രയും കാലമായിട്ട് നടക്കാതെ പോയത്? നീതിമാനായ ഔസേപ്പിനെ പോലെ കുടുംബജീവിതം നയിക്കേണ്ടിയിരുന്ന കുടുംബനാഥന്മാരായ ഈ മക്കൾക്ക് ഇത്രയും വർഷം എന്തിനാണ് പാഴാക്കേണ്ടി വന്നത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പതിനായിരങ്ങൾ പിന്നിൽ നിൽക്കുമ്പോൾ പതിനായിരക്കണക്കിന് ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങൾ രൂപീകരിക്കേണ്ടിയിരുന്ന കുടുംബങ്ങളാണ് ക്രൈസ്തവ സഭയ്ക്ക് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല. അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല വിഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായും ഈ യുവജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാനും അവർക്ക് നല്ല കുടുംബജീവിതം നൽകുവാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സഭ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നാം ചിന്തിക്കണം. ഇത്രയും കുടുംബങ്ങൾ നഷ്ടമാകുമ്പോൾ സഭയ്ക്കല്ലേ യഥാർത്ഥത്തിൽ ആ നഷ്ടം? സഭയുടെ അടിസ്ഥാന കേന്ദ്രമായ ഗാർഹിക സഭയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അനിഷ്ട സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിലില്ലേ? തീർച്ചയായും കുടുംബജീവിതം എന്നത്, ഗാർഹിക സഭ രൂപീകരിക്കുന്ന കുടുംബജീവിതം എന്നത് യഥാർത്ഥ ദൈവവിളിയല്ലേ? സന്യാസവും പൗരോഹിത്യവും പോലെ ഒരു ദൈവവിളിയല്ലേ കുടുംബജീവിതം? നമ്മളിത് മതബോധന ക്ലാസ്സുകളിലോ നമ്മുടെ മാതാപിതാക്കളോ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ദൈവവിളിയെന്ന് കേട്ടാൽ ഉടനെ അത് സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കുമുള്ള വിളിയാണെന്ന് ചിന്തിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് ഒരു തിരിച്ചു പോക്ക് ആവശ്യമല്ലേ? അത് കുടുംബങ്ങളിൽ ആരംഭിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മതബോധന ക്ലാസ്സുകളിലേക്കും അത് മാറേണ്ടിയിരിക്കുന്നു. ദാമ്പത്യത്തിൻ്റെ പുഷ്ടിക്കലാണ് ദൈവവിളി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൻ്റെ പുഷ്ടിക്കലാണ് ദൈവവിളി. പ്രഥമമായി നടക്കുന്നത് ഈ വിളി കുടുംബങ്ങളിൽ തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മുടെ മാർപ്പാപ്പയും കർദിനാൾമാരും ബിഷപ്പുമാരും അച്ഛന്മാരും സിസ്റ്റേഴ്സും നമ്മൾ അൽമായർ ഉൾപ്പെടുന്നവർ? നല്ല കുടുംബങ്ങളിൽ നിന്നല്ലേ ഇവരെല്ലാവരും ജനിച്ചത്? എങ്കിൽ യഥാർത്ഥ ദൈവവിളി നടക്കേണ്ടത് കുടുംബജീവിതത്തിലേക്കാണെന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളായിരിക്കേണ്ടത് എപ്രകാരമായിരിക്കണമെന്ന് കുടുംബജീവിതക്കാരും ഒപ്പം സഭാ നേതൃത്വവും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രക്ഷ കടന്നു വരുന്ന വഴിയാണ് യഥാർത്ഥത്തിൽ കുടുംബം. കാലിത്തൊഴുത്തിൽ അത് നമ്മൾ കണ്ടതല്ലേ? കാലിത്തൊഴുത്തിലൂടെയാണ് ഒരു തിരുക്കുടുംബം സംവിധാനം ചെയ്തുകൊണ്ട് ദൈവം രക്ഷ ഭൂമിയിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ദൈവിക പുണ്യങ്ങളുടെ ഈറ്റില്ലമായിരിക്കണ്ടേ നമ്മുടെ കുടുംബങ്ങൾ? പ്രാർത്ഥനകൾ ഉയരുന്ന പ്രദേശത്തിൻ്റെ ദേവാലയമായിരിക്കണ്ടേ നമ്മുടെ കുടുംബങ്ങൾ? ഒഴുകുന്ന പുഴയാകണ്ടേ നമ്മുടെ കുടുംബങ്ങൾ? വിശ്വാസം, സ്നേഹം ഇവയെല്ലാം പങ്കുവയ്ക്കുന്ന ഇടങ്ങളായിരിക്കണ്ടേ നമ്മുടെ കുടുംബങ്ങൾ? പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: സമൂഹ നിർമ്മിതിയിലെ ഇഷ്ടികയാണ് കുടുംബം. ഒരു കുടുംബത്തിന് സഭയിൽ അല്ലെങ്കിൽ സമൂഹത്തിനുണ്ടായിരിക്കേണ്ട പ്രാധാന്യത്തെ ഇതെത്രമാത്രം വിളിച്ചോതുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുടുംബങ്ങളുടെ പാപ്പയായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്:
മാനവരാശിയുടെ ഭാവി കടന്നു പോകുന്നത് കുടുംബങ്ങളിലൂടെയാണ്. പലപ്പോഴും കുടുംബജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഈ സവിശേഷണങ്ങളെല്ലാം ഞാൻ ആയിരിക്കുന്ന കുടുംബത്തിലുണ്ടോ എന്ന് ഓരോ മാതാപിതാക്കളും അതുപോലെ തന്നെ ആ കുടുംബങ്ങളെ നയിക്കുന്ന സഭാ നേതൃത്വവും ശ്രദ്ധിക്കേണ്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും ഭവിഷ്യത്ത് നമുക്കുണ്ടാകുമായിരുന്നോ? ഇത്ര സുന്ദരമായ കുടുംബജീവിതം നമ്മുടെ മക്കൾക്ക് ലഭിക്കണ്ടേ? 30 വയസ്സും 40 വയസ്സ് വരെയും ഇങ്ങനെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒരു വല്ലാത്ത മരവിപ്പോടുകൂടി ജീവിക്കുന്ന ഈ മക്കൾക്ക് ഈ സുന്ദരമായൊരു കുടുംബജീവിതം നമുക്ക് കൊടുക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ തീർച്ചയായും കാത്തിരിക്കണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. സ്നേഹമുള്ളവരെ, ആർക്കാണ് യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയത്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു ആദ്യമായി മാതാപിതാക്കളുടെ ജീവിത മാതൃക കണ്ടാണ് യഥാർത്ഥത്തിൽ മക്കൾ ജീവിതാന്തസ്സിലേക്ക് കടന്നു വരിക. പ്രത്യേകിച്ചും ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ഇപ്രകാരം കാണുന്ന മക്കൾ ചിന്തിക്കും, എന്തിനാണ് ഇങ്ങനെ ഒരു കുടുംബം? ഇത്ര കഷ്ടപ്പെട്ടൊരു കുടുംബം സംവിധാനം ചെയ്യണോ? എന്നും വഴക്കും ബഹളവും തന്നെ, പരസ്പരം സ്നേഹമില്ല, പരസ്പരം വിശ്വാസമില്ല, പരസ്പരം ഒരു ഷെയറിങ്ങും ഇല്ലാതെ ഇങ്ങനെ രണ്ട് തുരുത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ പോലെ ആയി എൻ്റെ കുടുംബജീവിതം മാറുകയാണെങ്കിൽ ഞാൻ എന്തിനു വിവാഹം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ 10,000 പേരിൽ ഉൾപ്പെടുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ മാതാപിതാക്കൾ മറന്നു പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരാൺകുട്ടി യഥാർത്ഥത്തിൽ അവൻ്റെ ഭാര്യയെ സ്വപ്നം കാണുന്നത് അവൻ്റെ അപ്പൻ്റെ ഭാര്യയായ അമ്മയെ കണ്ടുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിനെ സ്വപ്നം കാണുന്നത് അവളുടെ അമ്മയുടെ ഭർത്താവായ അവളുടെ അപ്പനെ കണ്ടുകൊണ്ട് തന്നെയാണ്. പലപ്പോഴും ഇത് മറന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതാന്തസ് എപ്രകാരമായിരിക്കണമെന്ന്, ആ കുഞ്ഞിൻ്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കണമെന്ന്, തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഏത് വിളിയിലേക്ക് പോയാലും എപ്രകാരം ജീവിക്കണമെന്ന് ആ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് തൻ്റെ ജീവിത മാതൃകയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് എന്ന് പലപ്പോഴും ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോകുന്നില്ലേ? രണ്ടാമതായി എനിക്ക് തോന്നുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള നമ്മുടെ യുവജനങ്ങളുടെ ചില മിഥ്യാധാരണകളാണെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് അവർ വിചാരിക്കും, കുറച്ച് കഴിയട്ടെ, എൻ്റെ ലൈഫൊക്കെ ഒന്ന് സെറ്റിലാവട്ടെ. അത് ബോയ്സും അതെ, ഗേൾസും അതെ. എൻ്റെ ലൈഫ് ഒന്നും കൂടി സെറ്റിലായിട്ട് വേണം എനിക്ക് വിവാഹം കഴിക്കാൻ. അവനെല്ലാം നേടി അല്ലെങ്കിൽ അവൾ ജോലി നേടി പഠിച്ചു എല്ലാം ആയി കഴിഞ്ഞിട്ട് അവസാനം കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ പ്രായം കടന്നുപോയി. പിന്നെ പല 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 ജോലി ശരിയായിട്ട് വന്നിട്ടില്ല, പല കാരണങ്ങളായി മാറുന്നു. മറ്റു ചിലർ ഇങ്ങനെയാണ്, വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത്, പ്രത്യേകിച്ച് ആൺകുട്ടികളിലാണ് അത് കൂടുതൽ കാണുക, അവർ പഠിക്കുന്ന സമയത്ത് നന്നായിട്ടങ്ങ് ഉഴപ്പും, അടിച്ചു പൊളിച്ച് നടക്കും. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ എനിക്ക് കിട്ടാനിരിക്കുന്ന ജോലിയെക്കുറിച്ചോ എൻ്റെ ഭാവി കുടുംബജീവിതത്തെക്കുറിച്ചോ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ആൺകുട്ടികളും ശ്രദ്ധിക്കാറില്ല. വളരെ കുറച്ച് പേര് വളരെ നന്നായി പഠിക്കുന്നു, നല്ല ജോലി സമ്പാദിക്കുന്നു, ഭാവി ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ ജീവിക്കുന്നു. ഇതിന് ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് പാരൻസുമുണ്ട്. എന്നാൽ ചില പെൺകുട്ടികളെക്കുറിച്ച് ഈ ഇടയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം പെൺകുട്ടികൾ. മറ്റൊരു വിഭാഗം പെൺകുട്ടികളെ ഇങ്ങനെയാണ് കണ്ടത്, വൈറ്റ് കോളർ ജോബുള്ള ബോയ്സിനെ, ജെൻസിനെ മാത്രം മതി അവർക്ക്. മാതാപിതാക്കൾ വീട്ടിലുള്ള പയ്യനെ അവർക്ക് വേണ്ട ചില വിഭാഗം പെൺകുട്ടികൾക്ക്. അതുപോലെ തന്നെ അവർക്ക് കൃഷിയിടങ്ങളുള്ള കുടുംബങ്ങളിലേക്ക് കല്യാണം കഴിച്ച് ചെല്ലാൻ താല്പര്യമില്ല. നല്ല വൈറ്റ് കോളർ ജോബുള്ള ഒരു പയ്യനാണെങ്കിൽ നല്ല സമ്പത്തുണ്ട്, മര്യാദയ്ക്ക് ജീവിച്ച് പോവാം, അല്ലാതെ കണ്ട് പാരൻസിനെ നോക്കാൻ എനിക്ക് വയ്യ. ഒരിക്കൽ പ്രീ മാരേജ് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു പയ്യനോട് സംസാരിച്ചപ്പോൾ, ഏകദേശം 30-35 വയസ്സുള്ളൊരു പയ്യനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര നാൾ വെയിറ്റ് ചെയ്തത് ഇങ്ങനെ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ടീച്ചറെ വീട്ടിൽ ആവശ്യത്തിന് സമ്പത്തുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് പേരിട്ട് പറയാനായിട്ടൊരു ജോലിയില്ല, പക്ഷേ എനിക്ക് നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്. എല്ലാ വരുന്ന കല്യാണ ആലോചനകളുടെയും പ്രധാന തടസ്സം, നിനക്കെന്ത് ജോലിയുണ്ട്? എൻ്റെ ഹസ്ബൻഡിന് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ വീട്ടിൽ കുറേ സ്ഥലമുണ്ട്, സമ്പത്തുണ്ട് എന്ന് പറയുന്നത് നാണക്കേടാണ്, പേരിനൊരു ജോലി ആവശ്യമാണ്. ഇതൊക്കെ മാറണ്ടേ? ഇത് മാറ്റിയെടുക്കേണ്ടത് നമ്മൾ മാതാപിതാക്കൾ കൂടി ചേർന്നല്ലേ? സഭയ്ക്കും ഇതിനൊരു ഭാഗത്ത് പങ്കില്ലേ? നമ്മുടെ മതബോധന ക്ലാസ്സുകൾ ഇത് തുടക്കം കുറിക്കണ്ടേ? സിലബസിൽ മാത്രം ഒതുങ്ങണോ നമ്മുടെ മതബോധനം? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു 14-15 വയസ്സ് കഴിയുമ്പം തൊട്ടേ തൻ്റെ ജീവിതാന്തസ്സിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട്, ആ ജീവിതാന്തസ്സിനെ കുറിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ ആ വിളി സന്യാസത്തിലേക്കാണോ, പൗരോഹിത്യത്തിലേക്കാണോ, കുടുംബജീവിതത്തിലേക്കാണോ എന്ന് കുഞ്ഞുങ്ങൾക്ക് സ്വയം ചിന്തിക്കുവാനും തീരുമാനിക്കുവാനുമുള്ള ഒരു
ചിന്ത, ഒരു തുറവി ആ പ്രായത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു ചിലരുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, എന്തിനാണ് ഇപ്പോഴേ സെറ്റിലാവുന്നത്, ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, ഇപ്പോഴേ ഇങ്ങനെ റിസ്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം പേര്. പിന്നെ എന്നാ റിസ്ക് ഏറ്റെടുക്കുക ഇവർ? ഈ റിസ്ക് ഏറ്റെടുക്കലിനെ കുറിച്ചിട്ട് കുട്ടികൾ ബുദ്ധിമുട്ടുകൾ പറയുന്ന സമയത്ത് അനുഭവസ്ഥരായ നമ്മളാണ് അവരെ തിരുത്തേണ്ടത്. ഇങ്ങനെയല്ല വേണ്ടത്, നേരത്തെ തന്നെ സെറ്റിൽഡ് ആവണം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ 24 വയസ്സിനപ്പുറത്തേക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വീട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കരുത്. അതിന് മുൻപ് തന്നെ അവരുടെ പഠന കാലയളവ് ഒരു +2 കഴിയുന്ന സമയത്ത് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ശരിയായ ജോലിയിലേക്കുള്ള ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവരെ 24-25 വയസ്സിനുള്ളിൽ തന്നെ ജോലിയൊക്കെ ആയി അവരെ സെറ്റിൽ ചെയ്യണം നമ്മൾ. അല്ലാതെ കണ്ട് കുറച്ചുകൂടി സമ്പാദിക്കട്ടെ. ചില കുട്ടികളുണ്ട്, പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, വീട്ടിലെ കടം തീർത്തു, അവളെ പഠിപ്പിച്ച കടം തീർത്തു, അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ട കടം തീർത്തു, അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും സമയമായി ടീച്ചറെ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ വേണ്ട വേണ്ട എന്ന് വെച്ചത്. ബാധ്യതകൾ തീർന്നിട്ട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് 40 വയസ്സ് പോലെ നീണ്ടുപോയ ആൺകുഞ്ഞുങ്ങളെ എനിക്ക് നന്നായിട്ടറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു കാരണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മക്കളുടെ ജീവിതാന്തസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന മാതാപിതാക്കളുടെ എണ്ണം കുറഞ്ഞില്ലേ ഈ സമൂഹത്തിൽ? മക്കളുടെ ജീവിതാന്തസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അതിന് പരിശീലിപ്പിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ എണ്ണം കുറഞ്ഞില്ലേ? ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പെൺകുട്ടികൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, വല്ലവൻ്റെയും വീട്ടിൽ പോകാനുള്ളവരാ, ഇങ്ങനെയൊന്നും നിന്നാ പോരാ, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ ആൺകുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പഠനവും തൊഴിലും സമ്പത്തും മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയത് ഇതിനൊരു പ്രശ്നമല്ലേ? നമ്മൾ മാതാപിതാക്കൾ എത്ര പേര് നമ്മുടെ കുഞ്ഞുങ്ങളെ റഫായൽ മാലാഖയോട് ചേർത്ത് വളർത്തി? പറയുമ്പോൾ ആർക്കും വിഷമം തോന്നാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ നമ്മൾ ചിന്തിക്കണം. എൻ്റെ കുഞ്ഞിന് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതാന്തസ്, തമ്പുരാനെ നിൻ്റെ ഉദ്ദേശം എന്താണ്, എന്ത് പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് കാവൽക്കാരായ ഞങ്ങളെ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചത് എന്ന് തമ്പുരാനോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് നിൻ്റെ ഇഷ്ടം എൻ്റെ കുഞ്ഞിൽ നിറവേറട്ടെ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയില്ലേ? പലപ്പോഴും അതവൻ്റെ വിധിയാ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആൾക്കാരെയും പ്രീ മാരേജ് കോഴ്സിൻ്റെ കാലയളവിൽ പാരൻസുമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു കാരണം എനിക്ക് തോന്നിയത്, വിവാഹത്തെക്കുറിച്ചുള്ള കുട്ടികളുടെ മനോഭാവത്തിൽ കുറേ മാറ്റം വന്നു. ചെറുപ്പക്കാരുടെ മനോഭാവത്തിൽ കുറേ മാറ്റം വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി എന്നൊരു ചിന്ത കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വന്നു. സത്യത്തിൽ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. അത് പെണ്ണ് കെട്ടി നോക്കണം കേട്ടോ മക്കളെ. ഇത്രയും സുന്ദരമായൊരു ജീവിതം സൂക്ഷിച്ച് കൊണ്ട് നടക്കാൻ അറിഞ്ഞാൽ ഇത്രയും സുന്ദരമായൊരു ജീവിതം ഭൂമിയിലില്ല. ഏകദേശം കുടുംബജീവിതത്തിൽ 25 വർഷത്തിലേക്ക് കടക്കുന്ന ഒരു അനുഭവസ്ഥ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല സ്വർഗമെന്ന് പറയുന്നത് കുടുംബമാണ്. രാഷ്ട്രത്തിൻ്റെ പിള്ളത്തൊട്ടിലാണ് കുടുംബമെന്ന് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പിള്ളത്തൊട്ടിൽ സംവിധാനം ചെയ്യാനായിട്ട് കൊതിയോടെ കാത്തിരിക്കുന്ന യുവജനങ്ങളെ സ്വപ്നം കാണുന്ന ഒരു ടീച്ചറാണ് ഞാൻ. വർഷങ്ങളായിട്ട് യുവജനങ്ങളെ മാത്രം പഠിപ്പിച്ച് പരിശീലനമുള്ള ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ എൻ്റെ മക്കളോട് പറയാം, പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടുകയല്ല ചെയ്യുന്നത്, കണ്ണ് തെളിയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. ആരോ പറഞ്ഞത് കേട്ടിട്ട് കുറച്ച് വൈകി കെട്ടാം, കുറച്ചുകൂടി ബാച്ചിലേഴ്സായിട്ട് അടിച്ചു പൊളിക്കാം എന്ന് ചിന്തിച്ച് ജീവിതം പാഴാക്കി കളയല്ലേ. മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയത്, ഈ വിവാഹം ഇങ്ങനെ വൈകി പോകാനായിട്ട് മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയത്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞെന്നാൽ തേച്ചിട്ട് പോയ അനുഭവം. പ്രണയിച്ചിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ പെണ്ണ് മറ്റൊരു കല്യാണം കഴിച്ച് 2 മക്കളായാലും ആൺകുഞ്ഞുങ്ങളെ നിങ്ങളിങ്ങനെ കാത്തിരിക്കാറുണ്ട് കേട്ടോ. അവരെ കിട്ടാൻ വേണ്ടിയിട്ടല്ല, നൈരാശ്യത്തോടു കൂടി. ഈ തേച്ചിട്ട് പോകലൊക്കെ ഈ പുതിയ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് നമ്മുടെ തിരുവചനം നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. മക്കൾ വേദപാഠ ക്ലാസ്സുകളിൽ അതെല്ലാം നന്നായി പഠിച്ചിട്ടുണ്ട്, പരിശീലിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴൊക്കെയോ എവിടേക്കെയോ ഒരു ചെറിയ തെറ്റ് പറ്റിയല്ലേ, വിട്ടുകളാ. നമുക്ക് നമ്മുടെ വഴിയുണ്ട്. പണ്ടാരോ പ്രണയിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി കളയേണ്ടതല്ല നമ്മുടെ ജീവിതം.
നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണുള്ളത്. തമ്പുരാനോട് ചോദിച്ചിട്ട് എവിടെയാണ് എൻ്റെ ഇണ ഇരിക്കുന്നതെന്ന് ചോദിച്ച് ആ ഇണയെ തേടി പോയിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് എൻ്റെ കൂട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വിഭാഗത്തിനെ കണ്ടത് കുടുംബത്തിന് വേണ്ടി സമയം കളഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെ വലിയൊരു ഭാരം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗാവസ്ഥയിലായി കഴിഞ്ഞാൽ കുടുംബഭാരം തലയിലേറ്റിട്ട് വിവാഹം നടക്കാൻ മറന്നുപോയ അല്ലെങ്കിൽ വൈകിപ്പോയ ആരും തൻ്റെ സഹോദരിമാർ പോലും. ഒരിക്കലൊരു പയ്യൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ 42 വയസ്സായി, വിവാഹം കഴിഞ്ഞിട്ടില്ല, അവന് സർക്കാർ ജോലിയുണ്ട്, പക്ഷേ എന്നിട്ടും അവന് പ്രായം കൂടിയതിൻ്റെ പേരിൽ വിവാഹം വരുന്നില്ല. ഇത്രനാൾ എന്തിനാ മോനെ കാത്തിരുന്നേന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: 4 പെൺമന്മാരെ ഞാനാ കെട്ടിച്ചു വിട്ടത് ടീച്ചറെ. എൻ്റെ വീടൊരു ചെറിയ വീടായിരുന്നു, ഞാനൊരു വലിയ വീട് വെച്ചു. 4 പേരും അവരുടെ ഭർത്താക്കന്മാരും മക്കളുമായിട്ട് വരുമ്പം സന്തോഷത്തോടു കൂടി ആയിരിക്കാനാ. പക്ഷെ ഈ 4 പേരിൽ ആരും നിനക്ക് കെട്ടണ്ടേ ചേട്ടാ എന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ. ഇത് ഒരു യാഥാർത്ഥ്യമല്ലേ? അതുപോലുള്ളവർ ഒത്തിരി പേരില്ലേ? പറ്റിയ പിഴവുകൾ നമുക്ക് തിരുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഏകദേശ കണക്ക് ഇപ്രകാരമാണെന്ന് എനിക്ക് തോന്നുന്നു, 1,50,000-ലധികം യുവജനങ്ങൾ കുടുംബം രൂപീകരിക്കാൻ പറ്റാതെ പാതി വഴിയിൽ നിൽക്കുകയാണ്. കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്കാവില്ല. നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതുപോലെ വെള്ളരിപ്രാവിനെ പോലെ കുറുകിക്കൊണ്ടിരിക്കുന്ന, മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്ന കുറേ യുവത്വങ്ങളുണ്ട്. ധീര യുവത്വം ലോക നന്മയ്ക്കായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കണം. അവരെ ഒരിക്കലും ഒരു പ്രാവിനെ പോലെ ഇരുന്ന് കുറുകാനായിട്ട് അനുവദിച്ചുകൂടാ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൃത്യമായ തൊഴിലില്ലായ്മയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ പേരെടുത്ത് പറയാനൊരു തൊഴിലില്ല എങ്കിലും അന്തസ്സോടുകൂടി എനിക്കിത്രയുമുണ്ട്, എനിക്ക് നിന്നെ നോക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ഇത്രയാണ്, അല്ലെങ്കിൽ എൻ്റെ വരുമാനം ഇങ്ങനെയാണ് എന്ന് ചങ്കൂറ്റത്തോടുകൂടി പറയാൻ പറ്റാതെ, തൊഴിലില്ലാത്തതുകൊണ്ട് നിന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് മടങ്ങിപ്പോരേണ്ടി വരുന്ന ഒരു പറ്റം കുട്ടികൾ തന്നെയുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു പെണ്ണിന് സ്വത്തല്ല, തൊഴിലല്ല, നല്ല സന്തോഷത്തോടു കൂടിയ ഒരു കുടുംബജീവിതമാണ് ഏറ്റവും വേണ്ടതെന്ന് ചിന്തിപ്പിക്കാനായിട്ട് നമ്മളല്ലേ പരിശീലിപ്പിക്കേണ്ടത്? നമ്മളല്ലേ അതിന് മുന്നോട്ട് വരേണ്ടത്, അല്ലെങ്കിൽ മുൻതൂക്കം കൊടുക്കേണ്ടത്? മറ്റൊരു കാരണം എനിക്ക് തോന്നിയത്, നമ്മുടെ കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് സഭയുമായിട്ടുള്ള അകലമാണ്. കുറേ കാലം മുമ്പ് നമ്മൾ വിവാഹ ആലോചനകൾ നടത്തുന്ന സമയത്ത് കവലകളിൽ വന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ വന്നിട്ടോ ഒക്കെയാണ് നമ്മൾ വിവാഹം, ആ ചെറുക്കൻ എങ്ങനെയുണ്ട്, ആ പെണ്ണുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാം. പക്ഷെ കാലം മാറി. ഇപ്പോൾ ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ ആദ്യം ആ ചെറുക്കൻ്റെ ഇടവകയിലെ വികാരിയോടോ അവിടുത്തെ സിസ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ മതാധ്യാപകരോടൊക്കെ ചോദിക്കും, ആ പയ്യൻ എങ്ങനെയുണ്ട്, ആ പെണ്ണ് എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ പറയാൻ പറ്റണ്ടേ പള്ളിയിൽ വരുന്ന ചെക്കനാണ് എന്ന്? സഭയുമായിട്ട് ഒത്തിരി അകലത്തിലായിരിക്കുന്ന കുടുംബങ്ങളിലെ മക്കൾക്കും ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു മോൻ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരുന്ന പുരോഹിതർ പോലുമുണ്ട്. കാരണം അറിയില്ല. ആ വീട്ടിലുള്ളവർ ഞായറാഴ്ച പള്ളിയിൽ തുടങ്ങിക്കഴിഞ്ഞ് വന്ന് തീരുന്നതിന് മുമ്പ് പോകുന്നവർ കൂടി ആയിരിക്കാം. അങ്ങനെയുമുണ്ട്. കാരണം ഒരുവിധം എല്ലാ സഭകളിലും പ്രീ മാരേജ് കോഴ്സുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വരുന്നത് കൊണ്ട് ഓരോ അച്ഛന്മാരിൽ നിന്നും സിസ്റ്റേഴ്സിൽ നിന്നും അവിടെയുള്ള മറ്റുള്ള മതാധ്യാപകരിൽ നിന്നും കേട്ടനുഭവമുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പള്ളിയിൽ വരണം, വേദപാഠ ക്ലാസ്സിൽ ഇരിക്കണം, നിർബന്ധമായും പഠിക്കണം എന്ന് പറയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയാണ് അഡ്മിഷൻ കിട്ടുക? ആ സമയത്തോടെ എൻട്രൻസിന് പോവുകയാണെങ്കിൽ അതല്ലേ നല്ലത്? എൻ്റെ മൂത്ത കൊച്ച് പഠിച്ച് ഇപ്പോൾ സ്റ്റേറ്റ്സിലാണ് ജോലി എടുക്കുന്നത്. അവൻ വേദപാഠമൊന്നും പഠിച്ചില്ലായിരുന്നല്ലോ. അവൻ്റെ ബാക്കി ചരിത്രങ്ങളിലേക്ക് ആരും പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, ഗാർഹിക സഭയല്ലേ നമ്മൾ? നമ്മുടെ തിരുസഭയുടെ ഏറ്റവും ചെറിയ കണികയല്ലേ? നമ്മളുടെ കുറവുകൾ നമ്മുടെ സഭയുടെ കുറവുകളാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളുടെ ഐക്യമാണ്, നമ്മൾ ചേരുന്നതാണ് പ്രാദേശിക സഭയെന്നും നമ്മൾ ഉൾപ്പെടുന്നതാണ് തിരുസഭയെന്നും തിരിച്ചറിഞ്ഞ് എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലെയും മക്കള് സഭയോട് ചേർത്ത് വെക്കാൻ, നമ്മുടെ വികാരിയച്ഛന്മാരോട് ചേർത്ത് വെക്കാൻ, നമ്മുടെ സിസ്റ്റേഴ്സിനോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ ചില കുട്ടികളുമായിട്ട് പരിചയപ്പെടേണ്ടി വരുമ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് കാണുമ്പം ഏതാ മോനെ ഇടവക അല്ലെ ഏതാ മോളെ ഇടവക എന്ന് ചോദിക്കുമ്പോൾ ഇടവക പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ ഏതാ വികാരിയച്ഛനെന്ന് ചോദിക്കുമ്പോൾ അത് പേരറിയില്ല, വീട്ടുപേര് അതും അറിയില്ല. അച്ഛൻ മാറിയിട്ട് ഇപ്പോൾ 2 വർഷമായി, പക്ഷെ പോയി പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. എന്തൊരു ഗതികേടല്ലേ! എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ.
മാതാപിതാക്കളുടെ പിഴവ് തന്നെയായിട്ടേ ഞാൻ അതിനെ പറയൂ. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ദേവാലയത്തിൽ പോവുകയും അവിടെയുള്ള സഭാ ശുശ്രൂഷകരുമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുമായിട്ടൊരു ബന്ധം പുലർത്തുകയും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണത്. ഇതും ഒരു കാരണമല്ല എന്ന് പറഞ്ഞുകൂടാ. കേൾക്കുമ്പോൾ അതൊരു സിമ്പിളായി തോന്നുമെങ്കിലും അതൊരു വലിയ കാരണം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. മറ്റൊരു കാരണം, പഠനത്തിനായിട്ടും വിദേശത്തേക്കുമായിട്ട് കുട്ടികൾ പോയി കഴിയുമ്പോൾ ഒരു ചെറിയ വിഭാഗമെങ്കിലും ജീവിത വിശുദ്ധി നശിപ്പിക്കുന്നില്ലേ? വളരെ സിമ്പിളായിട്ട് കാണുന്നില്ലേ ദാമ്പത്യത്തെ? ഉണ്ട്. വളരെ കുറച്ച് കുട്ടികളാണെങ്കിൽ പോലും തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? പക്ഷെ സ്നേഹിക്കാനും ജീവൻ നൽകാനും ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന സർഗവാസനയായ സെക്സിനെ, ഇറ്റ്സ് എ ഡിവൈൻ ഫീലിംഗ് ഓഫ് ലവ്, ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാം. സെക്സ് ഈസ് എ ഡിവൈൻ ഫീലിംഗ് ഓഫ് ലവ്. ആ സ്നേഹത്തെ അതിൻ്റെ പരിപൂർണതയിൽ, അതിൻ്റെ പരിശുദ്ധിയിൽ കൈകാര്യം ചെയ്യാതെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തിയ മക്കള് കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഒരു പറ്റം കുട്ടികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞിടയ്ക്ക് ഞാൻ ടെലിവിഷനിൽ ഒരു പ്രോഗ്രാം കണ്ടു. ഏത് ടെലിവിഷൻ എന്ന് ഞാൻ പറയുന്നില്ല. അതെങ്ങനെയായിരുന്നു? കുടുംബജീവിതം വേണോ, വിവാഹം വേണോ? അവസാനം അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വന്നത് ഇങ്ങനെയാണ്: എന്തിനാണ് പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ട് ചുറ്റി കറങ്ങുന്നത് പോലെ ഒരു പുരുഷൻ ഒരു കുടുംബത്തിൻ്റെ ചുറ്റും കറങ്ങുന്നത്? വിവാഹം എന്ന സംവിധാനം തന്നെ ആവശ്യമുണ്ടോ? ഒരു ഡ്യുവൽ സിം സംവിധാനം പോരെ? ഒരു ഡ്യുവൽ സിം സംവിധാനം പോരെ? അവിടേക്ക് അധപ്പതിച്ചു പോകുന്നില്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട്? ഇങ്ങനെ അനവധി നിരവധി, ഞാൻ പറഞ്ഞതിനേക്കാൾ അപ്പുറം എന്നെ കേൾക്കുന്നവർക്ക് ഈ വിവാഹങ്ങൾ മുടങ്ങി ഈ കുഞ്ഞുങ്ങൾ 40 വയസ്സ് വരെ 30 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്ന പതിനായിരങ്ങളെ കാണുമ്പോൾ തോന്നുന്നില്ലേ ഇതിനേക്കാൾ ഏറെ കാരണങ്ങളുണ്ടെന്ന്? അങ്ങനെ അനവധി നിരവധി കാരണങ്ങളുണ്ട്. ഇതെല്ലാം പരിഹരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മളെ ചിന്തിക്കുന്ന വിഷയവുമായി ബന്ധിപ്പിക്കുമ്പോൾ കുടുംബങ്ങളിലെ കുറേ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു. കാരണം കുടുംബം എന്ന സംവിധാനത്തിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. യുനെസ്കോ ഇപ്രകാരമാണ് പറയുന്നത്: ഫാമിലി ഈസ് എ സെൻട്രൽ പാർട്ട് ഓഫ് റിലേഷൻ. ബന്ധങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് കുടുംബം. എല്ലാത്തരം ബന്ധങ്ങളും നമ്മുടെ മക്കൾ പഠിക്കുന്നത് കുടുംബങ്ങളിലൂടെയാണ്. ആ കുടുംബങ്ങളിൽ നിന്നോ വ്യക്തികളുടെ സമൂഹമായിട്ടുള്ള ഈ കുടുംബങ്ങളിൽ നിന്ന് അവർ പരസ്പരം ഊന്നുവടികളായി മാറുമ്പോഴാണ് ഈ ഒരു ബലമുണ്ടാവുക. ഒരെണ്ണം തെന്നി മാറിയാൽ ആ കുടുംബത്തെ ശിഥിലമാക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും. പരസ്പരം ഊന്നുവടികളായി മാറേണ്ടിയിരിക്കുന്ന കുടുംബങ്ങൾ അങ്ങനെ അല്ലാതാകുമ്പോഴാണ് ആ കുടുംബങ്ങൾ ശിഥിലമാക്കപ്പെടുന്നത്. അവിടേക്ക് മദ്യവും മയക്കുമരുന്നും മറ്റനാവശ്യങ്ങളുമെല്ലാം കടന്നു വരുന്നത്. അപ്പനോടും അമ്മയോടും സംസാരിക്കാനായിട്ട് താല്പര്യമില്ലാത്ത മക്കളുണ്ടായി മാറുന്നത്. അതായത് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഒരിക്കലും കുടുംബങ്ങൾ മാറാൻ പാടില്ല. എന്ത് കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന ഒരു നല്ല കൗൺസിലേഴ്സായിട്ട് മാതാപിതാക്കൾ മാറിയാൽ നമ്മുടെ മക്കൾ ഒരു തുറന്ന പുസ്തകമായി മാറും. തിരക്കേറിയ ഈ ജീവിതത്തിൽ മക്കളെ ഒന്ന് കേൾക്കാൻ സാധിക്കാതെ കൗൺസിലേഴ്സിന് അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് തിരക്ക് കൂട്ടുന്ന മാതാപിതാക്കളെ കാണുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് ഇപ്രകാരമാണ് പറയുക: നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇപ്രകാരമായിരുന്നാൽ ബന്ധങ്ങൾ ദൃഢമാക്കാനായിട്ട് സാധിക്കും. അത് മറ്റൊന്നുമില്ല, നിങ്ങൾ പരസ്പരം സോറി പറയാനായിട്ട് പഠിക്കണം. നിങ്ങൾ പരസ്പരം എന്തും ചോദിച്ച് ചെയ്യുന്ന സ്വഭാവങ്ങൾ വരണം. നമുക്കത് ചെയ്താലോ? അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടാകുമോ? എല്ലാവരും, അപ്പനും അമ്മയും മക്കളും എല്ലാവരും പരസ്പരം ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരണം. ആർക്ക് തെറ്റുപറ്റിയാലും, അപ്പന് തെറ്റുപറ്റിയാലും മക്കളോട് സോറി ചോദിക്കണം, മക്കൾക്ക് തെറ്റുപറ്റിയാൽ അപ്പനോട് സോറി ചോദിക്കണം, ഭാര്യയ്ക്ക് തെറ്റുപറ്റിയാൽ ഭർത്താവിനോട് സോറി ചോദിക്കണം. പരസ്പരം ക്ഷമ ചോദിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. മൂന്നാമതായി ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം പരസ്പരം. എൻ്റെ അപ്പൻ അതെനിക്ക് മേടിച്ച് തരേണ്ടവനല്ലേ എന്ന് ചിന്തിക്കാതെ അപ്പൻ ചെയ്യുന്ന ഓരോ നന്മകൾക്കും നന്ദി പറയുന്ന മക്കള്, ഭർത്താവ് നൽകുന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുന്ന ഭാര്യ, അല്ലെങ്കിൽ ഭാര്യ ചെയ്യുന്ന ഓരോ നന്മകൾക്കും നന്ദി പറയുന്ന ഭർത്താവ്. ഈ 3 കാര്യങ്ങളും കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെക്കുന്ന മറ്റ് പഞ്ചശീലങ്ങളുണ്ട്, 5 ശീലങ്ങൾ കുടുംബങ്ങളുടെ ബന്ധം ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ മുൻപിൽ നിന്നും ഒന്നും മറച്ചു വെക്കാനുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പാപ്പ പറയുന്നു, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരാവണം, നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാവണം, നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാവണം, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരാവണം, നിങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നവരാകണം. ഈ 5 ശീലങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണമെന്നാണ് പാപ്പ പറയുന്നത്. ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കൽ ബന്ധങ്ങൾ വല്ലാതെ ഊട്ടിയുറപ്പിക്കും. ഒരുമിച്ചുള്ള പ്രാർത്ഥന ബന്ധങ്ങൾ വല്ലാതെ ഊട്ടിയുറപ്പിക്കും. പരസ്പരം സംസാരിക്കാത്ത മക്കള് ജപമാല കഴിയുന്ന സമയത്ത് നന്മ നിറഞ്ഞ മറിയവും സ്വർഗസ്നായ പിതാവുമെല്ലാം ബാക്കി ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം കൂട്ടായി തീരുന്നത് നമ്മൾ കാണാറില്ലേ? എത്ര മിണ്ടാതിരിക്കുന്ന അമ്മായിയമ്മയും മരുമകളും ആണെങ്കിൽ പോലും ഒരു സന്ധ്യപ്രാർത്ഥന കഴിയുമ്പോൾ, പിന്നീടുള്ള കഞ്ഞി കുടിക്കാൻ പോകുമ്പോൾ പരസ്പരം സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരുമിച്ചുള്ള യാത്രകൾ, അതിനുവേണ്ടി ഒരിക്കലും യൂറോപ്പിലോ വിശുദ്ധ നാട്ടിലോ പോകേണ്ട ആവശ്യമില്ല. ഒരുമിച്ച് ഇടവക പള്ളിയിലേക്ക് പോകുന്നത് പോലും ഈ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് കാരണമാവും. ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുമിച്ചുള്ള ജോലികൾ, ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് ചെയ്യുമ്പോൾ ആ ബന്ധങ്ങൾ ദൃഢപ്പെടുകയാണ് ചെയ്യുന്നത്. വീട്ടിലുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും കുഞ്ഞു മക്കളും വല്യപ്പനും ഉൾപ്പെടുന്ന എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ബന്ധം ദൃഢപ്പെടുകയാണ് ചെയ്യുക. ആ വീട്ടിലെ ബാലനായ മകൻ മനസ്സിലാക്കുകയാണ്, എൻ്റെ അഭിപ്രായത്തിന് ഈ വീട്ടിൽ വിലയുണ്ട്. അവൻ്റെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി കാര്യഗൗരവമുള്ളവനായി മാറണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തണം. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ ബന്ധം ദൃഢപ്പെടുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ വല്ലായ്മകളും ഇല്ലായ്മകളും ഉള്ളായ്മകളും എല്ലാം മറ്റൊരാൾ പറയാതെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇടയ്ക്ക് നമ്മുടെ തിരക്കുകൾ ഏറിയപ്പോൾ, ഇടയ്ക്ക് നമ്മുടെ കണ്ണൊന്നടഞ്ഞപ്പോൾ കയറിയില്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും നമ്മളോട് കുടുംബജീവിതക്കാരോട് പറയുന്ന മറ്റൊരു കാരണമുണ്ട്. നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവരെ നിങ്ങൾ കാണുന്നുണ്ടോ? അവർ 2 കാലിൽ വരുന്നവരല്ല. നിങ്ങളുടെ മക്കളുടെ ബാഗിലൂടെ, നിങ്ങളുടെ മക്കളുടെ പുസ്തകത്തിലൂടെ, നിങ്ങളുടെ മക്കളുടെ ഫോണിലൂടെ, നിങ്ങളുടെ മക്കളുടെ ലാപ്ടോപ്പിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് 2 കാലുകൊണ്ട് നടന്നല്ല, അല്ലാതെ വരുന്നവരെ നിങ്ങൾ അറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾക്കിതെല്ലാം അറിയാമെങ്കിലും നമ്മുടെ മക്കള് നമ്മളെ പറ്റിക്കില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടെങ്കിലും മുഴുവനും അങ്ങ് ആവല്ലേ. അവരായിരിക്കുന്ന സമൂഹത്തിന് ഒത്തിരി പോരായ്മകളുണ്ട്. നല്ലതും ചീത്തതും തിരിച്ചറിയാൻ മനസാക്ഷി എന്ന് പറയുന്നൊരു കാര്യം ഈ സമൂഹത്തിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതും തിരിച്ചറിയാനും നല്ലതിൽ നിലനിൽക്കാനുമുള്ള ഉൾവിളിയായ മനസാക്ഷി നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന് അന്യം നിന്ന് പോവുകയാണ്. കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു കുടുംബത്തിലെ കൊച്ചിൻ്റെ കല്യാണം നടക്കാതിരിക്കുന്നു. വളരെ ചെറുപ്പമാണ്. ആ ചെറുപ്പമുള്ള കുട്ടി MSWന് ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സായ കുട്ടിയാണ്. പക്ഷെ കല്യാണം ശരിയാവുന്നില്ല. ചോദിച്ചപ്പോൾ വരുന്ന കല്യാണമൊക്കെ 85 സൈസ് ആൾക്കാരാണ്. എനിക്ക് വല്ല ഫ്രീക്കന്മാരെയൊക്കെ വേണം പോലും. ഫ്രീക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കിയിട്ട് അല്ലാതെ ആ ഒരു സ്റ്റൈലിഷായിട്ട് സംസാരിക്കുന്ന ഒരു വിഭാഗം. എന്നെ കേൾക്കുന്ന യുവജനങ്ങൾക്ക് ഒരു പക്ഷെ ഞാനൊരു പഴഞ്ചൻ ടീച്ചറെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ അതല്ലേ സത്യം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളിലും, നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈക്കിൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബാഗിൽ, എന്തിന് LKGയിൽ പോകുന്ന, പ്രീ സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ ടിഫിൻ ബാഗിൽ പോലും എഴുതി വച്ചിരിക്കുന്ന സ്റ്റിക്കർ എന്താ? മോൺസ്റ്റർ എനർജി. ഒരിക്കൽ ഞാനൊരു സ്കൂളിൽ ക്ലാസ്സിന് പോകുന്ന സമയത്ത് അവിടെ ക്ലാസ് തുടങ്ങാൻ അല്പം കൂടി സമയം വേണമായിരുന്നു. അവരുടെ പ്രിൻസിപ്പളുടെ റൂമിലിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പളുടെ റൂമിലെ ടേബിളിൻ്റെ മുകളിൽ കുറേ ബുക്കുകൾ നോക്കാൻ വെച്ചേക്കാം. സമയം പോകാൻ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അതിൽ എഴുതി വെച്ചേക്കുകയാണ് മോൺസ്റ്റർ മാത്തമാറ്റിക്സ്. എന്നെ ശ്രവിക്കുന്ന അധ്യാപകരായിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതേത് സിലബസ് ആണെന്നൊക്കെ. മോൺസ്റ്റർ മാത്തമാറ്റിക്സ്. ഞാനൊന്ന് മറിച്ച് നോക്കി. അപ്പോൾ നമ്മളൊക്കെ പഠിച്ചപ്പോഴത്തേക്കും ഒരു ആപ്പിൾ പ്ലസ് മറ്റൊരു ആപ്പിൾ ഈസ് ഈക്വൽ ടു 2 ആപ്പിൾസ് എന്ന് പഠിച്ച സമയത്ത് അതിൽ എഴുതിയേക്കുന്നത് ഒരു കുട്ടിച്ചാത്തൻ്റെ തല പ്ലസ് മറ്റൊരു കുട്ടിച്ചാത്തൻ്റെ തല ഈസ് ഈക്വൽ ടു 2.
വൈകൃതങ്ങളായ രൂപങ്ങൾ കൊടുത്ത് മക്കളുടെ മനസ്സിനെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഓരോ പ്രവൃത്തികളാണ് ഇന്ന് സമൂഹത്തിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ കാണുന്നത്. ഇവിടെയെല്ലാം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന തിന്മകളും നന്മകളും രണ്ടും നമ്മുടെ വീട്ടിൽ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് അതിൽ യഥാർത്ഥ നന്മ കുട്ടികളോട് പങ്കുവെച്ച് കൊടുക്കാനായിട്ട്, കുട്ടികൾക്ക് നല്ല അനുഭവങ്ങൾ കൊടുത്ത് അവരെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇത്തരം കുറേ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് അനുഭവങ്ങളില്ല. ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ അടുത്ത് വരുന്ന ചില പേരൻസ് പറയാറുണ്ട്, ടീച്ചറെ ഞാനോ കഷ്ടപ്പെട്ടാ പഠിച്ചത്, പക്ഷെ എൻ്റെ കുട്ടി കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഒരല്ലലും അറിയാതെ, ഞാൻ അവളെ ഒരല്ലലും അറിയാതെ, ഞാൻ ഒരു കുപ്പായം ഇട്ടിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, ഞാൻ 10ാം തരം വരെ പോയിട്ടുള്ളൂ, എൻ്റെ കൊച്ചിനെ മാക്സിമം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത്. പാടില്ല. നമ്മുടെ മക്കൾ അറിയണം, പഠിക്കാൻ അവസരമില്ലാതിരുന്ന എൻ്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നെ പഠിപ്പിക്കേണ്ടത് പപ്പയുടെ ഉത്തരവാദിത്തമാണെങ്കിലും പപ്പയേക്കാൾ ആകാവുന്നതിലധികം കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ പപ്പയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എൻ്റെ പപ്പ അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് പാപ്പ പറയുന്നത് പോലെ ഒരുമിച്ചിട്ടുള്ള ചർച്ചകൾ ആവശ്യമാണ്. പപ്പയ്ക്ക് എത്ര രൂപയാണ് കൂലി കിട്ടുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉച്ച വെയിലത്ത് നിന്ന് അധ്വാനിച്ചാലെന്ന് തിരിച്ചറിയുന്ന ഒരു കുഞ്ഞും ആ പൈസ കൊണ്ടുപോയിട്ട് കട്ടടിച്ച് സിനിമയ്ക്ക് പോവുകയോ മറ്റനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യില്ല. അപ്പം അനുഭവങ്ങൾ മക്കൾക്ക് കൊടുക്കാൻ പഠിക്കണം. ഞാൻ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം, നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇത് കണ്ടു പഠിക്കുക, ഇങ്ങനെ കണ്ടു പഠിക്കുക എന്ന് പറയാനായിട്ട് സാധിക്കുന്ന മാതാപിതാക്കൾക്കാണ് ഇന്ന് ജീവിക്കാനായിട്ട്, സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുക. മക്കളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെടുന്ന കാര്യങ്ങൾ, മാതാപിതാക്കളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊന്നും നല്ല കുടുംബത്തിൽപ്പെട്ടവരുടെ ലക്ഷണങ്ങളല്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് പാപ്പ നമ്മളോട് പഞ്ചശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയോട് ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും സഭ മുന്നോട്ട് വെക്കുന്ന ഓരോ ഭക്ത സംഘടനകളിലെയും അംഗങ്ങളായിരിക്കണം. ഉദാഹരണത്തിന് കുഞ്ഞുമക്കൾ തിരുബാല സഖ്യം മുതൽ നമ്മുടെ അപ്പന്മാര് പിതൃവേദിയിലും വിൻസെന്റ് ഡി പോളിലും ഒക്കെ അംഗങ്ങളായിരിക്കണം. സഭയോട് ചേർന്ന് എത്രത്തോളം പ്രവർത്തിക്കാൻ സാധിക്കുമോ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ എൻ്റെ വളർച്ചയാണെന്ന് തിരിച്ചറിയുക. ദൈവജനമായ നമ്മളാണ് സഭ, ഞാനാണ് സഭ, ഞാനൊരു തെറ്റ് ചെയ്താൽ എൻ്റെ സഭയ്ക്കാണ് കളങ്കം സംഭവിക്കുന്നത് എന്ന ആ ഒരു മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരൊറ്റക്കെട്ടായിട്ട് നല്ല റിലേഷനുള്ളൊരു നല്ല ബന്ധത്തിലായതിനു ശേഷം നമ്മുടെ സഭയുമായിട്ട് നല്ല ബന്ധമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്രകാരമായിരിക്കണം. അവരോടിൽ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുട്ടികൾ തിരുബാല സഖ്യത്തിൽ ചേർന്നെങ്കിൽ നമ്മുടെ മറ്റു മുതിർന്ന കുട്ടികൾ CML-ലും CLC-യിലും KCYM-ലും SMYM-ലും അതുപോലെ യൂത്ത് മിനിസ്ട്രിയിലും മറ്റുള്ള എല്ലാ സംഘടനകളിലേക്കും മക്കൾ കടന്നു വരണം. നമ്മുടെ അമ്മമാര് ഒരു പണിയില്ലാത്ത പെണ്ണുങ്ങളുടെ സംഘടനയാണ് മാതൃവേദി അല്ലെങ്കിൽ മാതൃദീപ്തി എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്ത് ജോലിയുള്ളവരും ഇല്ലാത്തവരും സഭയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സഭ ഇവിടെ ഉണ്ടാവണം, അവനെ കാണിച്ചു കൊടുക്കാനായിട്ട്, തൂങ്ങപ്പെട്ടവൻ എനിക്ക് വേണ്ടി മരിച്ചവനെ അറിയാൻ വേണ്ടിയിട്ട്, ലോകരക്ഷകനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ആ സഭയിൽ എൻ്റെ കുഞ്ഞ് അംഗമായിരിക്കണമെങ്കിൽ ഈ സഭ ഇവിടെ നിലനിർന്നേ പറ്റൂ. ഞാനാണ് സഭ, ഞങ്ങളാണ് സഭ. സഭയെ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് മുഴുവനും നമ്മൾ ഒരിക്കലും അത് ബിഷപ്പിൻ്റെ കടമയാ, അത് പോപ്പിൻ്റെ കടമയാ, അത് അച്ഛൻ്റെ കടമയാ എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കരുത്. നമ്മളിൽ നിന്ന് പോയവരല്ലേ അവരെല്ലാവരും. അപ്പോൾ അമ്മമാരാണെങ്കിൽ സമയമില്ല എന്നുള്ളൊരു ചിന്തയെ എടുക്കാതെ മാതൃവേദി അല്ലെങ്കിൽ മാതൃദീപ്തി അതാത് സഭകളിൽ അതാത് രൂപതകളിൽ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന ഇടവകളിൽ അമ്മ സംഘടനകൾ ഏതാണോ അതിൽ അംഗങ്ങളായിക്കൊണ്ട് അവിടുത്തെ പൗരോഹിത്യവും സന്യാസവും നമ്മളോട് പറയുന്ന കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട്, നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് നമ്മൾ മാറ്റിവെക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ കൂട്ടായ്മകളുണ്ട്. നമ്മുടെ ഇടവകളിലൊക്കെ നമ്മുടെ പ്രാദേശിക സഭയിലെ ചെറിയ ചെറിയ പതിപ്പുകളാണല്ലോ കുടുംബ കൂട്ടായ്മകൾ. കുടുംബ കൂട്ടായ്മകളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണം.
എനിക്കറിയാവുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ കല്യാണം കഴിക്കാൻ പ്രായമായിട്ട് കല്യാണം നടക്കാതിരുന്ന കുഞ്ഞുങ്ങളുടെ ആ ഒരു ദുഃഖം ആ നാടിൻ്റെ ദുഃഖമാക്കി മാറ്റി. ആ ഇടവകയുടെ ദുഃഖം മാത്രമല്ല, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കുടുംബ യൂണിറ്റിൻ്റെ ദുഃഖം മാത്രമല്ല, ആ ഇടവകയുടെയും ആ പ്രദേശത്തിൻ്റെയും ദുഃഖമാക്കി മാറ്റിക്കൊണ്ട് അത് കണ്ടെത്തി കൊടുക്കേണ്ടത് അവരുടെ അവകാശമാണ്. അങ്ങനെ ഒറ്റ കുട്ടികൾ പോലും വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതിരിക്കാൻ പാടില്ല. പരസ്പരം ആലോചിച്ചു, നിൻ്റെ അറിവിലൊരു പെണ്ണുണ്ടോ, നിൻ്റെ അറിവിലൊരു ചെറുക്കനുണ്ടോ, നിങ്ങൾ അവിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിചയക്കാർ അന്വേഷിച്ച് ആ ഇടവകയിൽ പരമാവധി കുട്ടികളുടെയും കല്യാണം നടത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി 2-3 കുട്ടികളുടെ കൂടെ ആ ഇടവകയിൽ പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്ത കുട്ടികളുള്ളൂ. മുന്നോട്ട് വരണം, ഇനിഷ്യേറ്റ് ചെയ്യാൻ ആളുണ്ടാവണം. നമ്മൾ ഓരോരുത്തരുമാണ്. അച്ഛൻ പറഞ്ഞില്ലല്ലോ, പിന്നെന്തിനാ ചെയ്യണേ? നോ, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച നമ്മുടെ പുരോഹിതർ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ സിസ്റ്റേഴ്സ്, അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ഫാമിലി യൂണിറ്റുകളിലൊക്കെ ഒരു ചർച്ചയാക്കി നമ്മൾ മാറ്റണം. നമ്മളൊക്കെ ഒരു എന്താ പറയുക, ഒരു സമുദായ ബോധം നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് കുടുംബ കൂട്ടായ്മകൾക്ക് സാധിക്കും. ആദിമസഭയിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഈ കൂട്ടായ്മകൾ ഈ കൊറോണ കാലത്ത് മാത്രമല്ലേ ഈ കൂട്ടായ്മകൾക്ക് പ്രശ്നമുള്ളൂ, അതിനു മുൻപും ഇനി വരാനുമിരിക്കുന്ന സമയങ്ങളിലുമെല്ലാം നമ്മളുടെ നിറവുകൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കുറവുകൾക്ക് പരിഹാരത്തിനായിട്ടും കൂട്ടായ്മകൾ ഉപയോഗിക്കണം. അവിടെ കുട്ടിക്കൂട്ടവും യുവജന കൂട്ടായ്മയും അമ്മ കൂട്ടായ്മയും അപ്പൻ കൂട്ടായ്മയും ഒരുമിച്ചിരുന്ന് ചിന്തിച്ചിട്ട് അവിടുത്തെ പൗരോഹിത്യത്തോട് ചേർന്ന് അവിടുത്തെ സന്യാസത്തോട് ചേർന്ന് ഒരുമിച്ചിരുന്ന് ചിന്തിക്കുമ്പോൾ അതൊരു വലിയ കൂട്ടായ്മയായി. അവിടെ പ്രായമായ കുട്ടികളുണ്ടോ അവരെ കണക്കാക്കി മറ്റുള്ളവരോട് സംസാരിച്ച് എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് പറ്റിയൊരു ഇണയെ കണ്ടെത്താനായിട്ട് നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഗാർഹിക സഭയായ നമ്മുടെ കുടുംബം മുതൽ തിരുസഭ വരെയുള്ള ഓരോ അംശവും ഇതിന് ഭാഗഭാക്കാവണം. നമ്മുടെ തിരുബാല സഖ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കും. ഒരു പക്ഷേ നമ്മുടെ കുട്ടിക്കൂട്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും നിങ്ങൾ. അവർക്കും ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരുടെ കൂട്ടായ്മകളിൽ അവർ ചർച്ച ചെയ്യും. ഏട്ടൻ്റെ കല്യാണമൊക്കെ തീരുമാനിച്ചു തുടങ്ങി, കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ഏട്ടൻ്റെ കല്യാണത്തിന് വേണ്ടി മമ്മി എങ്ങനെയാണ് ഒരുക്കുന്നത്, ചേച്ചിയെ കല്യാണത്തിന് വേണ്ടി പപ്പ എങ്ങനെയാണ് ഒരുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേട്ട് വളരുന്ന തിരുബാല സഖ്യക്കാരനും ദൈവവിളിയുടെ പാതയിലേക്ക് കടന്നു. പൗരോഹിത്യവും സന്യാസവും മാത്രമാണ് ദൈവവിളി എന്ന അബദ്ധധാരണ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. കുടുംബജീവിതവും ദൈവവിളി തന്നെയാണ്. കുടുംബജീവിതവും ദൈവവിളി തന്നെയാണ്. കുടുംബജീവിതമാണ് പ്രഥമ വിളി എന്നും സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. രക്ഷ കടന്നു പോകുന്ന ആ വഴി അതാണല്ലോ കുടുംബം. ആ രക്ഷ കടന്നു പോകണമെങ്കിൽ അതുകൊണ്ടല്ലേ നമ്മൾ ദാമ്പത്യത്തിലേക്ക് കടക്കുമ്പോൾ ഭാര്യയും ഭർത്താവും പിന്നീട് രക്ഷകർത്താക്കളായി മാറുമ്പോൾ രക്ഷ വിമോചനമാണ്. വിമോചകരായി നമ്മൾ മാറുമ്പോൾ നമുക്ക് ചെയ്യാനില്ലേ ഒത്തിരി കാര്യങ്ങൾ. വീട്ടിൽ ഒരമ്മ, ഒരമ്മായിയമ്മ, ഒരപ്പൻ, ഒരു വല്യപ്പച്ചൻ, മക്കള്, ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ പല 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 രീതികളിലുള്ള ചിന്താഗതികൾ വരും. അങ്ങനത്തെ കുറേ കുടുംബങ്ങൾ ചേരുന്ന കുടുംബ കൂട്ടായ്മകൾ വരുമ്പോൾ ആ ചിന്തകൾ വീണ്ടും ആവർത്തിക്കപ്പെടും. അത് ഇടവകയിലേക്ക് എത്തുമ്പോൾ, ഫൊറോനയിലേക്ക് എത്തുമ്പോൾ, രൂപതയിലേക്ക് എത്തുമ്പോൾ ഇതൊരു വലിയ ഒരു ചലനമായിട്ട് മാറും. അങ്ങനെ ഇത്തരം വിഷയങ്ങളെല്ലാം എൻ്റേത് കൂടിയാണ്, ഞാനും കൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. എൻ്റെ കൊച്ചിൻ്റെ കല്യാണക്കാര്യം ഞാൻ നോക്കിയാൽ മതിയല്ലോ, ഞാൻ എന്തിനാണ് ആരാൻ്റെ കൊച്ചിൻ്റെ കല്യാണക്കാര്യം നോക്കുന്നത്? പാടില്ല. എൻ്റെ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം ഞാൻ നോക്കിയാൽ പോരാ. എൻ്റെ കൂടെയുള്ള കുട്ടിയുടെ വിദ്യാഭ്യാസവും ഞാൻ നോക്കണം. എൻ്റെ പ്രാദേശിക സഭയിൽ ഒരു കുഞ്ഞിന് വിദ്യാഭ്യാസത്തിന് പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഴിമുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തുറവിയാക്കി കൊടുക്കേണ്ട കടമ എനിക്കുണ്ട്. കാരണം അവൻ്റെ സഭയുടെ കണ്ണിയാണ്, എൻ്റെ സഭയുടെ കണ്ണിയാണ്. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് കുടുംബം. നിങ്ങൾക്കറിയാമല്ലോ, സംസ്കൃതത്തിലെ കുടു എന്ന ഭാഷയിൽ നിന്നാണല്ലോ ഈ കുടുംബം ഉണ്ടായത്. ചെറിയ വീട്, കൂട്, നെസ്റ്റ് എന്നൊക്കെയാണ് പറയുക. കുടു നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു സങ്കല്പം,
അവിടെ എത്ര പേരുണ്ടെങ്കിലും എത്ര പേരവിടെ ഉണ്ടെങ്കിലും ഒരുമിച്ചായിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് ഞാനും എൻ്റെ കുടുംബവും എന്നതിനേക്കാൾ അപ്പുറം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സഭയോടൊത്ത്, എൻ്റെ സഭയ്ക്ക് വേണ്ടി അമ്മമാരുടെ സംഘടന വഴി, അപ്പന്മാരുടെ സംഘടന വഴി, മക്കളുടെ സംഘടനകൾ വഴി, വയോജനങ്ങൾ അവരുടെ കാര്യങ്ങൾ വഴി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് കുഴപ്പമാണ് നമുക്ക് വരിക? എന്നാ ഇനി നമുക്കിതിനൊക്കെ സമയമുണ്ടാവുക? കണ്ടെത്തിയേ പറ്റൂ. പാപ്പ പറയുന്നില്ലേ നമ്മളോട്? പാപ്പ ഒരിക്കൽ 50 വയസ്സിന് മേലെ ആയിട്ടുള്ള ദമ്പതികളുടെ സംഗമം നടക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു. നമ്മളെല്ലാവരും വായിച്ചതാണ് ആ കാര്യം, എങ്കിലും ഞാനൊന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. പാപ്പ ചോദിച്ചു, നിങ്ങളിൽ ഇപ്പോഴും ഒരേ പുതപ്പിൻ്റെ കീഴിൽ ഉറങ്ങുന്നവർ എത്ര പേരുണ്ട്? വിവാഹത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നവരിൽ സംഗമത്തിൽ പിതാവ് ചോദിച്ച ചോദ്യം കേട്ട് പലരും ഞെട്ടി. നിങ്ങളിൽ എത്ര പേര് ഇപ്പോഴും ഒരു പുതപ്പിൻ്റെ കീഴിൽ ഉറങ്ങുന്നുണ്ട്? ഈറോട്ടിക് ലവ്, ദാമ്പത്യ സ്നേഹം. പിതാവ് നമുക്ക് വേണ്ടി എഴുതിയൊരു വലിയ പുസ്തകമുണ്ട്, അമോരിസ് ലത്തീസിയ. വളരെ വിശദമായിട്ട് കുടുംബങ്ങൾക്ക് തുറന്നെഴുതിയ കത്ത്. ഒന്ന് മനസ്സിരുത്തി ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കണം. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കടമകൾ എല്ലാം വളരെ വ്യക്തമായും ശക്തമായും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവസ്നേഹം കവിഞ്ഞൊഴുകുന്ന കനാലുകളായി കുടുംബങ്ങൾ മാറണമെന്ന വ്യക്തമായി അതിൽ എഴുതി വച്ചിരിക്കുന്നത്. ദൈവസ്നേഹം കവിഞ്ഞൊഴുകുന്ന കനാലുകളായി കുടുംബങ്ങൾ മാറണം. അതിൻ്റെ വിശദീകരണം നമ്മളെല്ലാവരും കേട്ടതാണ്, പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. പക്ഷേ അന്ന് നമ്മൾ ആ പുസ്തകം മടക്കി വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും ഒരു കുടുംബജീവിതക്കാരിയാണ്. ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയത്ത് ഞാൻ അവരെ നോക്കുമ്പോൾ അവരുടെ കുടുംബത്തിലേക്കാണ് നോക്കാറ്. അവരിലെ കുറവുകൾ കാണുമ്പോൾ ഞാൻ ആദ്യം അവരുടെ പാരൻസിനോടാണ് സംസാരിക്കാറ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മളെ സൃഷ്ടിയുടെ മകുടമായ നമ്മൾ മനുഷ്യർ ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവ് മാത്രമേ തമ്പുരാൻ തന്നതുള്ളൂ. ശരീരവും മനസ്സുമെല്ലാം നമ്മൾ മനുഷ്യരുടെ ദാനം തന്നെയാണ്. അതിന് കുറവുകളുണ്ടാവും, യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. ആ കുറവുകളെല്ലാം നിറവുകളാക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും അടിയുറച്ച് വിശ്വസിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മക്കൾക്ക് കൊടുത്തു വളർത്തണം. നമ്മൾ മുട്ടുകുത്തിയാൽ മുട്ടുകുത്തുന്ന മക്കളെ നമ്മുടെ വീട്ടിലുള്ളൂ. പക്ഷെ നമ്മൾ മുട്ടുകുത്താതിരുന്നാൽ നമ്മുടെ മക്കൾ മുട്ടുകുത്തില്ല. ഞണ്ട് പോണ വഴിയല്ലേ ഞണ്ടും കുഞ്ഞുങ്ങൾ പോകൂ. ഞണ്ട് പിന്നോട്ട് നടന്നിട്ട് മക്കളോട് മുന്നോട്ടടക്കാൻ പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഒരിക്കലൊരു പുരോഹിതൻ പങ്കുവെച്ചൊരു കാര്യമുണ്ട്. ആ പുരോഹിതൻ ഇപ്രകാരമാണ് പറഞ്ഞത്. ഒരു പകൽ സമയത്ത് വൃദ്ധരായ 2 ദമ്പതികൾ അച്ഛനെ കാണാൻ വന്നു അത്രേ. അച്ഛനെ കണ്ടു കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഒന്ന് കുമ്പസാരിക്കണം അച്ഛാ. കുമ്പസാരിക്കൽ കഴിഞ്ഞ് അച്ഛൻ വീണ്ടും അവരെ ശ്രദ്ധിച്ചപ്പോൾ അവരിരുന്ന് വല്ലാതെ വിങ്ങി പൊട്ടി കരയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അച്ഛൻ വീണ്ടും അവരെ റൂമിലേക്ക് കൊണ്ടുപോയി ചായയൊക്കെ കൊടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആ അപ്പച്ചൻ മുഖമൊക്കെ വന്നതുപോലെ വരിഞ്ഞു മുറുകിയല്ല, കുറേ ശാന്തനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ ചോദിച്ചു, എന്നാ ചേട്ടാ ഇത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരു വിഷമം? അപ്പോൾ ആ പുരോഹിതനോട് ആ അപ്പൻ കൈ നിവർത്തി കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ കയ്യിലൊന്ന് തൊട്ടേ. അച്ഛൻ ആ കയ്യിൽ തൊട്ടു. പെട്ടെന്ന് കൈ വലിച്ചു അച്ഛന്. അച്ഛൻ പറയുകയാണ്, പാറപ്പുറത്ത് തൊടുന്നത് പോലെ എനിക്ക് തോന്നി. വൃദ്ധനായ ആ മനുഷ്യൻ്റെ കൈകൾ ശരിക്കും തഴമ്പ് വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന അമ്മച്ചി കരഞ്ഞു, അച്ഛാ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിച്ചതാ. ഞങ്ങളുടെ മക്കളെയൊക്കെ ഞങ്ങൾ അധ്വാനിച്ച് പഠിപ്പിച്ചു. ഞായറാഴ്ച പള്ളിയിൽ പോലും പോകാതെ ഞങ്ങൾ അധ്വാനിച്ചു. ഒന്നുമില്ലാതെയാണ് ഞങ്ങൾ ഈ മലബാറിലേക്ക് വന്നത്. ഞങ്ങളെല്ലാം നേടി, ഞങ്ങളുടെ മക്കളെയൊക്കെ പഠിപ്പിച്ചു. അവരെല്ലാവരും ഉന്നതരായ നല്ല ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ വർഷാവർഷം ഞങ്ങളെ കാണാൻ വരും. പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്കാ. ഞാൻ കരഞ്ഞത് എന്താണെന്ന് അച്ഛൻ ചോദിച്ചില്ലേ? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ എന്ന് ആ അപ്പൻ പറഞ്ഞു തുടങ്ങിയത്രേ. അപ്പോൾ അപ്പൻ പറഞ്ഞു എന്ന്, അച്ഛാ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ കയ്യിലുണ്ടായ ഈ തഴമ്പിൻ്റെ 1% തഴമ്പ് എൻ്റെ മുട്ടിനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കളെ എൻജിനീയറിങ്ങും നേഴ്സിങ്ങും മെഡിക്കലും ഒക്കെ പഠിപ്പിച്ച് അങ്ങ് വിദേശത്തേക്ക് വിടുമ്പോൾ മറക്കല്ലേ, എന്നും ഈ യൗവനം ഉണ്ടാവില്ല.
തുരുമ്പെടുക്കുന്നൊരു സമയം വരും. ആ സമയത്തിറ്റു വെള്ളം കിട്ടാനായിട്ട് നമ്മൾ കൊതിക്കും. നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി. അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ, ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മളോട് ചേർത്ത് വെച്ച് വളർത്തണം. നമ്മളോട് ചേർത്ത് വെച്ച് വളർത്തിയാൽ നമുക്ക് തമ്പുരാനെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഞായറാഴ്ചകളിൽ പള്ളിയിൽ വിടാതെ, കാറ്റഗിസത്തിന് വിടാതെ പോലും മക്കളെ എൻട്രൻസിന് വിടുമ്പോൾ, തമ്പുരാനെ അറിയിക്കാതെ വളർത്തുമ്പോൾ നമ്മുടെ മക്കൾ ഒത്തിരി മാറിപ്പോകുന്നില്ലേ? എല്ലാവരെയും ദൂരേക്ക് പറഞ്ഞു വിടാതെ. ചില മാതാപിതാക്കളൊക്കെ മക്കൾ മെഡിക്കലിൽ പഠിക്കാൻ തുടങ്ങുമ്പം തന്നെ പാസ്പോർട്ട് എടുത്ത് വെക്കും അവരുടെ കൂടെ വിദേശത്ത് പോവാൻ. മാറണ്ടേ നമ്മൾ? ഈ ഗവൺമെൻറ് ജോലിയിലേക്കൊക്കെ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കണ്ടേ? മക്കളെ തിരിച്ചു കൊണ്ടുവരണ്ടേ? തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ കുടുംബങ്ങളിലും കുടുംബ കൂട്ടായ്മകളിലും സംഘടനകളും സഭയോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. സ്നേഹമുള്ളവരെ, പ്രായമേറെയായിട്ടും വിവാഹം നടക്കാതെ വിഷമിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേകം കുടുംബങ്ങളെ സഭയ്ക്ക് നഷ്ടപ്പെടും. ആ നഷ്ടം പരിഹരിക്കണമെങ്കിൽ ഒരു പരിധിവരെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. എനിക്ക് തോന്നുന്നു മലബാറിൽ പ്രോലൈഫ് സമിതി 10 രൂപതകളെ ചേർത്തുകൊണ്ട് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത കുട്ടികളുടെ ഒരു സംഗമം നടത്തിയിരുന്നു. ആ സമയത്ത് ഏകദേശം 3000-ലധികം കുട്ടികൾ അവിടെ ആ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷെ വളരെ കുറച്ച് പെൺകുട്ടികൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. കൂടുതലും ആൺകുട്ടികളായിരുന്നു. അവരെ ശ്രവിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞവ തന്നെയാണ്. പ്രായം കൂടിയതിൻ്റെ പേരിൽ കല്യാണം നടക്കുന്നില്ല. വിദ്യാഭ്യാസം കുറവായതിൻ്റെ പേരിൽ വിവാഹം നടക്കുന്നില്ല. മറ്റൊരു കാരണം അവർ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ കുടുംബ പശ്ചാത്തലം. ഒന്നുകിൽ കൂടുതൽ മക്കളുണ്ട്, പെങ്ങന്മാരുണ്ട്, വീട്ടിൽ പ്രായമായ മാതാപിതാക്കളുണ്ട്. ബാധ്യതകളുള്ള പുരുഷന്മാരെ വിവാഹം ചെയ്യാനായിട്ട് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് താല്പര്യമില്ല. ഇതിനുള്ള പരിഹാരങ്ങൾ പലതാണ്. എങ്കിലും നമ്മുടെ എല്ലാം മനോഭാവത്തിൽ കുറേ മാറ്റം വരുത്താതെ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കില്ല. ആരാൻ്റെ മക്കളല്ലേ എന്ന ചിന്തയോടുകൂടി ആരും മാറി നിൽക്കാതെ കുടുംബജീവിതക്കാരും സന്യസ്തരും പുരോഹിതരും സഭ മുഴുവനും ഈ മക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിലൊരെണ്ണമെങ്കിലും ചെയ്യുവാനായിട്ട് സഹകരിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. തൊഴിൽ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒത്തിരി മാർഗങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് എത്ര തരം ബിസിനസ്സുകളിൽ ഏർപ്പെടാം, സ്വയം തൊഴിലിൽ ഏർപ്പെടാം. ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വെക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികൾ ധാരാളമാണ്. സബ്സിഡി ഇനങ്ങളുണ്ട്. നമ്മുടെ വെൽഫെയർ സൊസൈറ്റികളെല്ലാം ഇത്തരം കുട്ടികളെ, തൊഴിലില്ലായ്മയുടെ പേരിൽ വിവാഹം നടക്കാതിരിക്കുന്ന കുട്ടികളെ വിളിച്ചു ചേർത്ത് ഇടവക തലത്തിലോ ഫൊറോന തലത്തിലോ രൂപതാ തലത്തിലോ വിളിച്ചു ചേർത്ത് ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സ്വയം തൊഴിൽ പദ്ധതികളിലൂടെ ഒത്തിരി പൈസ ഉണ്ടാക്കാനും ഒരു നല്ല വരുമാന മാർഗം ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു തൊഴിലിനുടമയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്താനും സാധിക്കും. ഇനി ഇത് നമ്മുടെ നാട്ടിൽ വേണമെന്നില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വിവാഹപ്രായം കഴിഞ്ഞ ആൺകുട്ടികളെക്കാൾ വളരെ കുറവാണ് പെൺകുട്ടികൾ. ദൗർബല്യമായിരിക്കുന്ന ഈ പെൺകുട്ടികളുടെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് നോർത്തിലേക്കൊക്കെ പോകാൻ സാധിക്കും. അവിടെയും പോയി ഇതുപോലുള്ള ബിസിനസ്സുകൾ ചെയ്ത് അവിടെ നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ആ എബിലിറ്റി കണ്ട് നമ്മൾ ഏൺ ചെയ്യുന്നത് കണ്ട് ഒത്തിരി വിവാഹാലോചനകൾ നമുക്ക് വരും. അപ്പോൾ കേരളത്തിലുള്ള സഭകൾ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പിതാക്കന്മാരെല്ലാവരും കൂടി ആലോചിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സഭാ നേതൃത്വം ആലോചിച്ചിട്ട് ഇത്തരം കുഞ്ഞുങ്ങളെ സെറ്റിൽ ചെയ്ത് ഒരു നല്ല സ്വയം തൊഴിൽ സംരംഭത്തിന് ഒരുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ പ്രശ്നം, ഈ തൊഴിലില്ലായ്മയുടെ പ്രശ്നം കുറേ അധികം പരിഹരിക്കാനായിട്ട് സാധിക്കും. സ്കില്ലില്ലാത്ത കുട്ടികളുണ്ട്. നൈപുണ്യമില്ലാത്ത കുട്ടികളുടെ പേരിൽ, അല്ലെങ്കിൽ അവന് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, വിദ്യാഭ്യാസം ഒന്നുമില്ല, 10ാം ക്ലാസ് പോലും ജയിക്കാത്ത കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് എത്രയാണ്? അറിവില്ലായ്മ കൊണ്ട് മാത്രം ഈ കുട്ടികൾ ഇത്ര പരിശീലന പദ്ധതികളിലൊന്നും പോവാതെ ഇനി എൻ്റെ പ്രായം കഴിഞ്ഞു, എനിക്ക് പഠിക്കാൻ സാധിക്കില്ല, ഇനി എനിക്ക് ഒന്നിനെ കൊണ്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. പ്രായപരിധി ഇല്ലാതെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും
ആ കുട്ടികൾക്ക് ഈ വക സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ അവർക്ക് അവരുടെ തൊഴിൽ മേഖലയിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. പക്ഷേ അതിനാരും ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ മക്കളെ കണ്ടെത്തുവാനോ അവരെ ഒരു തൊഴിലിൽ ഏർപ്പെടുത്താനോ അങ്ങനെ കുറേ പിള്ളേർ നടക്കുന്നുണ്ട്. അവനൊന്നും കൊള്ളൂലാത്തവനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് പകരം ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാവിയിൽ എൻ്റെ സഭയെ നയിക്കേണ്ടത് ഇവരാണ്. ലക്ഷത്തോടടുത്ത് അല്ലെങ്കിൽ ലക്ഷത്തിലധികം യുവാക്കൾ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന കുടുംബങ്ങൾ ഇല്ലാതായി വരുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ സഭയ്ക്കാണ് ആ നഷ്ടമെന്ന് സഭാ നേതൃത്വം ചിന്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ സാധിക്കുക. സഭയെന്ന് ഞാൻ പറയുന്നത് ഗാർഹിക സഭ മുതൽ തിരുസഭ മുഴുവനുമേയുമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാരണമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പരിഹാര മാർഗമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികളിൽ മറ്റൊരു വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അഗ്രികൾച്ചർ മേഖലയിലേക്ക്, കാർഷിക മേഖലയിലേക്ക് കാലൂന്നി വെക്കുന്ന കുട്ടികളെ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് വയ്യ ഈ പശു ഉള്ളത് അല്ലെങ്കിൽ കന്നാലുകളുള്ള വീട്ടിലേക്ക് പോകാൻ, ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്കിഷ്ടമല്ല. പക്ഷെ അഗ്രികൾച്ചർ മേഖല എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വെക്കുന്ന അവരുടെ കുറേ ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ എടുത്തുകൊണ്ട് എത്രയോ വലിയ ഫാമുകൾ ഉണ്ടാക്കുവാനും ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ആരുമില്ലാത്തത് കൊണ്ട് തന്നെയാണിത്. അപ്പോൾ ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ അഗ്രികൾച്ചർ മേഖലയുമായിട്ട് താല്പര്യമുള്ള മക്കളെ അതിലേക്ക് മാറ്റിവിടുക. എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ സ്വയം തൊഴിൽ മേഖല ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മുടെ സഭയ്ക്ക് എന്തോരം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ ചെറിയൊരു ജോലിയെങ്കിലും കൊടുത്ത് ഈ മക്കളെ സഹായിച്ചൂടെ? എന്തോരം സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനം മുതൽ ആതുരാലയങ്ങൾ വരെ, അങ്ങനെ ഒത്തിരി 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 മേഖലകളുണ്ട്. പഠിച്ച മക്കൾക്ക് ജോലി കിട്ടുന്നുണ്ട്. പക്ഷെ പഠിക്കാൻ പറ്റാതെ പോയ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മക്കളെ കൂടി പരിഗണിക്കാൻ തക്ക പോസ്റ്റുകൾ നമ്മുടെ സഭയിലെ സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്ന കുറേ സ്ഥാപനങ്ങളിലില്ലേ? അവിടെയൊക്കെ ചെറിയ ചെറിയ ജോലികളെങ്കിലും കൊടുത്ത് സഭയ്ക്ക് ഇവരെ സഹായിച്ചുകൂടെ? മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഈ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്താഗതിയിൽ കുട്ടികൾക്ക് വന്നതിലുള്ള മാറ്റം വരുവാനായിട്ട് എനിക്ക് മുന്നോട്ട് വെക്കാനായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളുടെ മനോഭാവത്തിൽ, കുടുംബജീവിതത്തിൽ കല്യാണം കഴിച്ച് കുറച്ച് മക്കളൊക്കെ ആയി, കുറച്ച് ബാധ്യതയായി, പിന്നെ ഞാൻ അങ്ങോട്ട് ഒതുങ്ങിപ്പോകുമെന്ന ചിന്തയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ മതി, മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ദമ്പതികൾ പോലും ഉണ്ട് നമ്മുടെ നാട്ടിൽ. സ്നേഹം മുഴുവൻ നമുക്ക് പങ്കിട്ട് ജീവിക്കാം, നമുക്ക് അപ്പുറത്തേക്കൊരു തലമുറയെ താല്പര്യമില്ലാതെ മാറ്റിവെക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ പറയുമ്പോൾ മറ്റൊരു തരത്തിലെടുക്കരുത്, എനിക്ക് തോന്നുന്നു നമ്മളുടെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സുകളിൽ, പ്രീഖാന കോഴ്സുകളിൽ അല്ലെങ്കിൽ പ്രീ മാരേജ് കോഴ്സുകളിലൊക്കെ ഇതെല്ലാം ഒന്നാണ്. ഈ കോഴ്സുകളിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നൊരു കാര്യമുണ്ട്, നാച്ചുറൽ ഫാമിലി പ്ലാനിങ്. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ നന്നായിട്ട് അറിയാമല്ലോ എല്ലാവർക്കും. എന്നെ ശ്രവിക്കുന്നവർക്ക് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, എന്തായിരുന്നു ഉദ്ദേശമെന്നെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരെടുക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ആരാണ് അതിവിടെ പഠിപ്പിച്ചത് എന്ന് ആ ഒരു സംവിധാനം നമ്മൾ നമ്മുടെ ഈ കോഴ്സുകളിൽ ഉൾപ്പെടുത്തി തുടങ്ങിയോ അന്ന് തുടങ്ങി നമ്മുടെ കുടുംബങ്ങളിൽ എണ്ണം കുറയുന്നത്. ഇന്ന് സന്യാസ ജീവിതത്തിലേക്ക് കുട്ടികൾ പോകുന്നതിൻ്റെ എണ്ണം കുറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റു കുറവുകൾ വരുമ്പോൾ എല്ലാം കുടുംബജീവിതക്കാർ മക്കളെ ജനിപ്പിക്കാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ എവിടെയായിരുന്നു അതിൻ്റെ തെറ്റ് സംഭവിച്ചത്? നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങിൻ്റെ പദ്ധതികളെക്കുറിച്ചിട്ടും എല്ലാ പീരീഡുകളെ കുറിച്ചിട്ടും ഈവൻ സേഫ്റ്റി പീരീഡുകളെ കുറിച്ചിട്ട് പോലും കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള പീരീഡുകളാണ് കുട്ടികൾ അധികവും ശ്രദ്ധിച്ചതെന്ന് നമ്മൾ മറന്നുപോയി, മനസ്സിലാക്കിയില്ല. വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന വിഷയമാണ്. നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റിയ സമയത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പറ്റിയ സമയത്തെക്കുറിച്ചാണ് അവർ കൂടുതൽ ശ്രദ്ധിച്ചതെന്നും അതിലേക്കാണ് ശ്രദ്ധ കൊടുത്തതെന്നും നമ്മൾ മനസ്സിലാക്കിയില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയും, ഈ ഒരു പോർഷൻ,
നാച്ചുറൽ ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ തന്നെ ശരിക്കും നമ്മുടെ ഈ പ്രീ മാരേജ് കോഴ്സുകളിൽ നിന്ന് എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കല്ല അത് പോകുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം? പ്രിയപ്പെട്ടവരെ, പഴമക്കാരും ഈ പ്ലാനിങ്ങും പദ്ധതിയും അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ 8ഉം 10ഉം മക്കളെയൊക്കെ പ്രസവിച്ചത്. സഭയ്ക്ക് അന്നൊരു കുറവുണ്ടായിരുന്നില്ലല്ലോ. ഈ മക്കളുടെ മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ദൈവത്തിൽ ആശ്രയിക്കാനുള്ള, എന്ത് സംഭവിച്ചാലും ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിന് നിലനിൽക്കാൻ സാധിക്കും, എനിക്കതിനൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന ആ ഒരു ദൈവികമായ മനോഭാവം ഈ തലമുറയ്ക്ക് അന്യം നിന്ന് പോയേക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? വീണ്ടും ഞാൻ ആദ്യത്തിലേക്ക് പോകേണ്ടി വരും. കുടുംബങ്ങളിൽ നിന്നല്ലേ ഇതെല്ലാം പഠിക്കേണ്ടത്. അമ്മയുടെ മടിത്തട്ടായ ആദ്യത്തെ വേദപാഠ ക്ലാസ്, അമ്മയുടെ ഉദരമായ ആദ്യത്തെ വേദപാഠ ക്ലാസ്സിൽ കുഞ്ഞു കേട്ടതല്ലേ കുഞ്ഞിപ്പോൾ കാണുന്നത്. വലുതായി കഴിയുമ്പോൾ വലിയ മക്കളെ കുറ്റപ്പെടുത്താനായിട്ട് ഒരു 50% കാരണമേ ഉള്ളൂ. ടിവിയോ ഇൻ്റർനെറ്റോ മാത്രമല്ല അവരെ മോശമാക്കിയത്, ലഹരിയോ മറ്റു കാര്യങ്ങളോ അല്ല അവരെ മോശമാക്കിയത്. അത് മാത്രമാണെന്ന് നമ്മൾ പറയരുത്. എവിടെയോ എപ്പോഴോ നമുക്ക് പറ്റിയ പിഴവുകളില്ലേ? നീ സഭയുടേതാണ്, നിന്നെ സഭയ്ക്ക് വേണം, സഭയെ നിലനിർത്താൻ നീ കൂടിയേ തീരൂ. ഓരോ യുവജനങ്ങളോടും മുഖത്ത് നോക്കി നിന്നെ വേണം, നീയാണ് സഭ, ദൈവജനമാണ് സഭ, നീ രൂപീകരിക്കേണ്ടതാണ്, ഈ സഭ നിന്റെ കയ്യിലാണ്, അത് നന്നാക്കുവാനും നശിപ്പിക്കുവാനും നിനക്കാണ് സാധിക്കുക എന്ന് ഈ മക്കളുടെ മുഖത്ത് നോക്കി പറയാനായിട്ട് നമ്മൾ എത്ര പേര് ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട്? ഒന്നും പാഴായി പോകില്ലായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, പഠനവും തൊഴിലും എല്ലാം സമയബന്ധിതമായി തീർത്തുകൊണ്ട് 24-25 വയസ്സിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളെ വിവാഹത്തിലേക്ക് അടുപ്പിക്കാനും ആ വിവാഹം നടത്തി കൊടുക്കുവാനും നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ മക്കളിൽ ഒരു മരവിപ്പുണ്ടാവും. ഒരിക്കൽ പ്രീ മാരേജ് കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു 40 വയസ്സിന് അധികമായിട്ടുള്ളൊരു കുട്ടി, ഞാൻ ആ സഭയിൽ ഞാൻ പ്രയറിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. ആ പ്രയറിൻ്റെ സമയത്ത്, ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവൻ ക്ലാസ്സിലിരുന്ന് ചെറിയ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചതുകൊണ്ട് ഞാനൊരു പണിഷ്മെൻറ്റ് കൊടുത്തു. നീ എഴുന്നേറ്റ് നിന്ന് കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞ ആ മോന് നെറ്റത്ത് കുരിശ് വരയ്ക്കാൻ അറിയാം, ബാക്കി താഴേക്കുള്ളത് വരയ്ക്കും, പക്ഷെ പറയാൻ അറിയില്ലായിരുന്നു. സങ്കടം തോന്നി. അങ്ങനെ അവൻ ഒരു വിധത്തിലൊക്കെ അടുത്തിരിക്കുന്നവരോടൊക്കെ ചോദിച്ച് പറഞ്ഞു തീർത്ത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവൻ ഓടി വന്നു. ഞാൻ വിചാരിച്ചു എന്നെ 4 ചീത്ത വിളിക്കാൻ വന്നതായിരിക്കും. ടീച്ചറെ സോറി, കുറേ കാലമായി വരച്ചിട്ട്. ഇപ്പം വന്നേക്കുന്ന വികാരി അച്ഛൻ കല്യാണം നടത്തണമെങ്കിൽ, കുറി തരണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു പോയതാ. ഞാൻ ചോദിച്ചു, നീ എന്തിനാടാ ഇത്ര അധികം വൈകിയത്? എൻ്റെ അമ്മ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാനൊരു അമ്മയല്ലേ. ഞാൻ ചോദിച്ചു, അതെന്തിനാടാ അമ്മ മരിക്കുന്നത്? നീ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു കഴിയുമ്പോൾ നിൻ്റെ ഭാര്യ നോക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നിൻ്റെ അമ്മയല്ലേ നിൻ്റെ കുഞ്ഞിനെ നോക്കുക? നിൻ്റെ അമ്മ ജീവിച്ചിരിക്കേണ്ടത് നിൻ്റെ ആവശ്യമായിരുന്നില്ലേ? പിന്നെന്തിനാ നീ അങ്ങനെ ചിന്തിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ മോൻ എന്നോട് പറഞ്ഞു, എൻ്റെ ചേട്ടൻ്റെ ഭാര്യയോട് ചെയ്യുന്നതെങ്ങാനും എൻ്റെ ഭാര്യയോട് ചെയ്താൽ ഒരു പക്ഷെ ഞാൻ കൊല്ലേണ്ടി വരുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സ്വന്തം അമ്മ മരിക്കാൻ വേണ്ടിയിട്ട് മകൻ വിവാഹം ചെയ്യാൻ കാത്തിരിക്കുക. ആ വീട്ടിലെ വിശുദ്ധ കുർബാന ഒരുക്കി പോകുന്നതിനെക്കുറിച്ചും സന്ധ്യാപ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംവിധാനമേ അവൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അവിടെയില്ല. അവൻ്റെ അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്താണ് പോലും അവൻ ആദ്യമായിട്ട് പിതാവിനും പുത്രനും ഓർമ്മ വെച്ചതിന് ശേഷം വെച്ചതെന്ന് അവൻ എന്നോട് പറഞ്ഞേ. ആരുടെ കുറ്റമാണിതൊക്കെ? ആരിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടേണ്ടത്? ആരെയും കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല, പക്ഷെ എല്ലാവരും കുറ്റം ഏറ്റെടുക്കേണ്ടി വരും. നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ ഈ ഒരു വിഭാഗത്തെ? നമുക്ക് തിരിച്ചു പിടിക്കാം. തമ്പുരാന്റെ കരുണയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു നാമമേ ഉള്ളൂ എന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം, ഓർമ്മപ്പെടുത്തണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, മക്കളെ അതിന് പരിശീലിപ്പിക്കണം, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. മോനെ, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായിട്ടേ ഉള്ളൂ, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായിട്ടേ ഉള്ളൂ. നീ അവനെ നോക്ക്, അവൻ്റെ മുഖത്ത് നോക്കി നീ പറ, നീ കാലിത്തൊഴുത്തിൽ പിറന്നത് എനിക്ക് വേണ്ടിയല്ലേ? നീ 3 ആണികളിൽ തൂങ്ങിയത് എനിക്ക് വേണ്ടിയല്ലേ?
നീ നഗ്നനായത് എനിക്ക് വേണ്ടിയല്ലേ? അവന്റെ മുഖത്ത് നോക്കാൻ നീ എന്തിനും ജാള്യത കാണിക്കണം? ലാസറിനെ ഉയർപ്പിച്ചവൻ നിന്നെ രക്ഷിക്കില്ലേ? രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയവൻ നിന്നെ സുഖപ്പെടുത്തില്ലേ? പിന്നെ എന്തിനാണ് മകനെ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്നെ കേൾക്കുന്ന ഈ വിവാഹ പ്രായം കഴിഞ്ഞിട്ടുള്ള 30 വയസ്സും 40 വയസ്സും കഴിഞ്ഞിട്ടുള്ള യുവജനങ്ങളോടാ ടീച്ചർ പറയുന്നേ, മക്കളെ, നിങ്ങൾ അവനെ നോക്ക്. അവൻ്റെ മുഖത്ത് നോക്കി പറയണം, എനിക്ക് ഈ ഭൂമിയിൽ രക്ഷ കടന്നു പോകുന്ന, നീ കാലിത്തൊഴുത്തിൽ പിറന്നത്, നീ തിരുക്കുടുംബത്തിന് കാരണമായത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുക. എനിക്കും ഒരു കുടുംബം സംവിധാനം ചെയ്യപ്പെടണം, ഒരു തിരുക്കുടുംബം എനിക്കും ഉണ്ടാക്കണം. എൻ്റെ സഭയുടെ ഏറ്റവും ചെറിയ കണികയായ ഗാർഹിക സഭ എനിക്കുണ്ടാക്കണം. അവിടെ നീതിമാനായ ഔസേപ്പിനെ പോലെ എനിക്ക് നല്ല ഒരു കുടുംബസ്ഥനായിട്ട്, കുടുംബനാഥനായിട്ട് എനിക്ക് വാഴണം. അവനോട് ചോദിച്ചാൽ അവൻ ഒരിക്കലും പറ്റിക്കില്ല കേട്ടോ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണവൻ. അവൻ തരും നമുക്ക്. പ്രിയപ്പെട്ട മക്കളെ, മരണം വരെ ഞാനൊരു ക്രിസ്ത്യാനിയായി തന്നെ ജീവിക്കുമെന്ന് നിങ്ങൾ കുറച്ച് പറയാൻ സാധിക്കണം, ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കണം. ക്രിസ്ത്യാനി ആയതിൽ അഭിമാനം തോന്നണം നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, വൈകിയിട്ടില്ല. നമ്മളുടെ കുറവുകൾ ഓരോന്നും നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ തിരിച്ചറിവിലൂടെ നമുക്ക് ഈ പോയ ജീവിതമെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇനി എന്നെ കൊണ്ടാവില്ല എന്ന് ചിന്തിച്ച് മാറി നിൽക്കല്ലേ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ സഭയെ പണിയാനിരിക്കുന്ന ഈ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ഇനി മുതൽ കോർത്തിണക്കി വെക്കണേ. നിങ്ങളുടെ കയ്യിലെ ജപമാലകൾ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞില്ലേ, ആത്മീയ ആയുധമായ ഈ ജപമാല ഏറ്റുപിടിച്ച് നിങ്ങൾ ഇനി ചൊല്ലുമ്പോൾ ഈ മക്കളെ കൂടി ചേർത്ത് വെക്കണേ ഓരോ മണിയിലും. കാരണം നമ്മുടെ സഭ നിലനിന്ന് പോകണമെങ്കിൽ ഈ മക്കൾ കൂടി ആവശ്യമാണ്. ഈ മക്കൾ സംവിധാനം ചെയ്യുന്ന കുടുംബം ആവശ്യമാണ്. ഇവർ ജനിപ്പിക്കാൻ പോകുന്ന മക്കൾ വേണം നമ്മുടെ സഭയെ ഇനി തുടർന്നു കൊണ്ടുപോകാനായിട്ട്. എന്നെ ശ്രവിക്കുന്ന പ്രിയ അച്ഛന്മാരെ, സിസ്റ്റേഴ്സെ, പിതാക്കന്മാരെ, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് കേരള സഭയിലെ സംവിധാനം മാത്രമല്ലാതെ കേരളത്തിന് വെളിയിലുള്ള സഭയിലെ ബിഷപ്പുമാരും എല്ലാവരും ചേർന്ന് ഈ മക്കൾക്ക് നല്ല ഇണയെ, തക്ക ഇണയെ, തിരുവചനം അങ്ങനെയല്ലേ പറയുക, തേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടപ്പോൾ തക്ക ഇണയെ തമ്പുരാൻ ഇവന് വേണ്ടി കണ്ടുവച്ചിട്ടില്ലേ? നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആ ഇണയെ കണ്ടെത്തി കൊടുക്കാം പല മാർഗങ്ങളിലൂടെ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലബാർ പ്രോ ലൈഫ് സംവിധാനം ചെയ്തിരിക്കുന്ന ആ മാട്രിമോണി ഉണ്ട്. ആ മാട്രിമോണിയിലൊക്കെ, അതേപോലുള്ള സംവിധാനങ്ങളിലൊക്കെ സഭ മുന്നോട്ട് വന്നുകൊണ്ട് ഈ മക്കളെ പേര് രജിസ്റ്റർ ചെയ്യിക്കാം. സൗജന്യമായി തന്നെ സഭ അതിനുള്ള പണം മുടക്കുക. ഈ കുട്ടികളെ എല്ലാവരെയും അതിൽ കോർത്തിണക്കുക. കേരളത്തിലെ മാത്രമല്ല, കേരളത്തിന് വെളിയിലുള്ള തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെയുള്ള ഇത്തരം കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് ഇവരെ എല്ലാവരെയും കൂടി ചേർത്ത് അവരോട് ഒരു പൈസ പോലും വാങ്ങാതെ അവർ ഈ സഭയുടെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഭ തന്നെ അതിന് മുന്നോട്ട് വന്ന് ഇതുപോലുള്ള മാട്രിമോണിയിൽ ആ കുട്ടികളെ രജിസ്റ്റർ ചെയ്യിച്ചിട്ട് അവർക്ക് തക്ക ഇണയെ തമ്പുരാൻ കണ്ടെത്തി വെച്ചിരിക്കുന്നത് ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടെ? സഭാപിതാക്കന്മാർ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ബുള്ളറ്റിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ മറ്റ് നേതൃത്വത്തിനോട്, താഴെയുള്ള നേതൃത്വങ്ങളോട് ഇതിനോട് കുറിച്ചൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇടവകളിലേക്ക് വളരെ സിമ്പിളായിട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കേരള സഭയിലെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ മുഴുവനും, ഞാനൊരു കത്തോലിക്ക സഭയോ മറ്റു സഭയോ മാത്രമല്ല പറയുന്നത്, ക്രൈസ്തവ സഭ മുഴുവനുമുള്ള പിതാക്കന്മാരെല്ലാവരും ഇതിനൊന്ന് മുൻകൈ എടുത്തിട്ട് അവിടെ നമ്മൾ മറ്റു വേർതിരിവുകളൊന്നും നോക്കാതെ, ജില്ലയോ സംസ്ഥാനമോ രാജ്യമോ ഒന്നും നോക്കാതെ ഇത്തരം കുട്ടികളിൽ, ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് അവരെ സൗജന്യമായി ഒരു മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യിച്ചിട്ട് ഇവർക്ക് ആ ഇണയെ കണ്ടെത്താൻ സഹായിച്ചൂടെ? പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. ക്രിസ്ത്യാനിയായി ജീവിച്ചതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നുവോ? രക്ഷകൻ നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് നിങ്ങൾ കുറച്ച് വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ ഭൂമിയിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഒരമ്മയെ നമുക്ക് തന്നിരുന്നു അവൻ. ആ മോനെ ആ മടിയിലിരുത്തിയതുപോലെ
ആ അമ്മയുടെ മടിയിലേക്ക് നമ്മുടെ ഈ ഓരോ കുഞ്ഞുങ്ങളെയും ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ തിരിക്കച്ച കൊണ്ട് ഈ മക്കളെ ഓരോരുത്തരെയും പൊതിയണമേ എന്ന് നമ്മൾ യാചിച്ചാൽ, ആ അമ്മ പറയില്ലേ, മോനെ സഹായിക്കവരെ. അവൻ പറയുന്നത് ചെയ്യുവനെന്ന് കാനായിലെ കല്യാണ വീട്ടിൽ പറഞ്ഞ ആ അമ്മ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ആ അമ്മയോട് നമ്മുടെ ഈ ദുഃഖം പറഞ്ഞാൽ സാധിച്ചു തരാതിരിക്കില്ല, ഉറപ്പാണ് ആ കാര്യം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. KCYM-ലൂടെയും മറ്റു യുവജന പ്രസ്ഥാനങ്ങളിലൂടെയും ഉയർന്നു വരുന്ന മക്കൾ രാഷ്ട്രീയ തലത്തിലും മറ്റു നേതൃനിരയിലേക്ക് വരട്ടെ. അങ്ങനെ കുട്ടികൾ ഒന്നിലുമില്ലാത്തതായിട്ട് മാറി നിൽക്കല്ലേ, സമൂഹത്തിലേക്ക് അവരിറങ്ങട്ടെ. അവർക്കതിനുള്ള പാത വെട്ടിക്കൊടുക്കണം നമ്മൾ. അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സത്ത്. അവരില്ലാതെ സഭയില്ല. അവരെ മറന്നുകൊണ്ട്, അവരെ പരിഗണിക്കാതിരുന്നുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. അവരാണ് നമ്മുടെ ബലം. അത് നമ്മുടെ മനസ്സിലുണ്ടായാൽ പോരാ, നമ്മൾ ചിന്തയിൽ വെച്ചാൽ പോരാ, അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മളത് പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്മസിൻ്റെ നല്ല മംഗളങ്ങൾ നേരുകയാണ്. എല്ലാ ആഘോഷങ്ങളും വിർച്വലായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വൈറസ്, ഒരു സോപ്പ് വെള്ളത്തിൽ ഒടുങ്ങിപ്പോകുന്ന ഒരു വൈറസ് നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തി ഒരു മൂലയിലാക്കിയിരിക്കുന്നു. മുഖം പോലും മുഴുവൻ കാണാനായിട്ട് നമ്മളെ അനുവദിക്കാതെ നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിലല്ല, ലോകം മുഴുവൻ. ഈ ലോകം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രപഞ്ചത്തെ സംവിധാനം ചെയ്യുന്നവന് ഈ കൊറോണ വൈറസിനെ നിമിഷ നേരം കൊണ്ട്, വേണ്ട, വളരെ ഒന്ന് ചലിപ്പിക്കാൻ പോലുമുള്ള സമയം പോലും ഇല്ലാതെ മൈക്രോൺ ടൈം കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. പക്ഷേ അവൻ എന്തോ പദ്ധതിയുണ്ട്. അവൻ അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും നടക്കില്ല. അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് വന്നു, അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് തിരിച്ചെടുക്കും. ആ സമയത്ത് നമുക്ക് എന്തെല്ലാം ആയിരിക്കാൻ സാധിക്കുമോ അങ്ങനെ ആയിരിക്കട്ടെ. ഈ ക്രിസ്മസ് നമ്മൾ എല്ലാവരും ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി പിറക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ഈ പ്രിയപ്പെട്ട മക്കൾ വിഷമത്തോടുകൂടി വീട്ടിലായിരിക്കുന്ന, എപ്പോഴും ഇങ്ങനെ ഒരു കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആ മക്കളുടെ ഹൃദയങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് ഈ വർഷം ഉണ്ണി പിറക്കട്ടെ. പ്രത്യാശയുടെ ഉണ്ണി പിറക്കട്ടെ അവരുടെ ഹൃദയങ്ങളിൽ. 2020 മാർച്ച് മുതൽ ഏകദേശം അടച്ചുപൂട്ടപ്പെട്ട രീതിയിലായിരിക്കുന്ന നമ്മൾ ഡിസംബർ ആയിട്ടും അത് തുടരുകയാണ്. 2021 നമുക്ക് തുറന്ന ഒരു നല്ല വായു ശ്വസിച്ചുകൊണ്ട് എല്ലാവരുടെയും മുഖത്ത്, എല്ലാവരുടെയും മുഖമെല്ലാം കണ്ടുകൊണ്ട് പരസ്പരം സംസാരിക്കാനായിട്ടുള്ള ഇട ദൈവം തരട്ടെ. 2021 അതിമനോഹരവും അനുഗ്രഹപ്രദവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മക്കളെ മുന്നിൽ കണ്ടുകൊണ്ട്, ഈ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ പോകുന്ന ഈ കുഞ്ഞുങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കിനിയുള്ള ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചിന്തകളും, എൻ്റെ എളിയ അറിവിൽ ഞാൻ പങ്കുവച്ച ഈ ചിന്തകൾക്കപ്പുറം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ നിങ്ങളായിരിക്കുന്ന സഭയിലെ ആ സഭാ തലവന്മാരോട് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ നേതൃത്വത്തോട് സംസാരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാം. 2021 ഒരിക്കലും ഈ വിഭാഗത്തിലുള്ള കുട്ടികളിലും പരമാവധി കുഞ്ഞുങ്ങളുടെയും വിവാഹം നടക്കുവാനും അവർക്ക് നല്ലൊരു ജീവിതാന്തസ്സ് കണ്ടെത്താനും അവർക്ക് തക്ക ഇണയെ കണ്ടെത്താനും നല്ല ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഇവരുടെ കൂടെ റപ്പായൽ മാലാഖ അയക്കാം. നമുക്കെല്ലാവർക്കും അറിയാലോ റപ്പായൽ മാലാഖയുടെ പ്രത്യേകത. ആ റപ്പായൽ മാലാഖ ഇവർക്കെല്ലാവർക്കും വഴികാട്ടിയായിരിക്കട്ടെ. നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തീഷ്ണമായി പ്രാർത്ഥിക്കാം. ദൈവകരുണ ഈ കുടുംബങ്ങളിലേക്ക് ഒഴുകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഈ വേദനയിലായിരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരവിച്ച മനസ്സോടുകൂടി ഇരിക്കുന്ന പ്രത്യേകിച്ച് ആൺകുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളുമുണ്ട്, കൂടുതലും ആൺകുഞ്ഞുങ്ങളാണ്. ആ രണ്ട് കൂട്ടരെയും ചേർത്ത് വെക്കുകയാണ്. മക്കളെ, ദൈവകരുണയ്ക്കായിട്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയിലൂടെയുണ്ട്. നിരാശപ്പെടാതെ അതിജീവിക്കുക. എല്ലാം നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ശക്തനായവൻ നമ്മുടെ കൂടെയുണ്ട്, വഴികാട്ടിയായവൻ നമ്മുടെ കൂടെയുണ്ട്. ചോദിക്കുക, കിട്ടും. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നല്ല ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊത്ത് വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ പുതിയൊരു അഭിഷേകത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമുക്ക് കേരളത്തിലെ സഭയോട് ചേർന്ന്, പ്രത്യേകിച്ച് അടുക്കള മുതൽ അൽത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ഒന്നുചേർന്ന് ദിവ്യകാരുനാഥനെ ആരാധിച്ച് ഈ മിസ്ബ കൺവെൻഷൻ്റെ 4-ാം ദിവസത്തെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. അഖിലത്തിനുടയോനെ ആരാധിക്കുന്നു, ഉദ്ധാനം ചെയ്തവനെ ആരാധിക്കുന്നു. അഖിലത്തിനുടയോനെ ആരാധിക്കുന്നു, ഉദ്ധാനം ചെയ്തവനെ ആരാധിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇന്ന് ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ, പ്രവൃത്തി സൃഷ്ടാവായ ദൈവത്തെ, ഏകസത്യ ദൈവത്തെ, ലോകരക്ഷകനായ ഏകരക്ഷകനായ യേശുവിനെ നമുക്ക് പാടി ആരാധിക്കാം. മാലാഖമാരൊപ്പം ആരാധിക്കുന്നു, വിശുദ്ധരോടൊന്നു ചേർന്നാരാധിക്കുന്നു. മാലാഖമാരൊപ്പം ആരാധിക്കുന്നു, വിശുദ്ധരോടൊന്നു ചേർന്നാരാധിക്കുന്നു. ആദിപിതാവാം അബ്രാഹത്തെ പോലെ സർവവും നൽകി ഞാൻ ആരാധിക്കുന്നു. ആദിപിതാവാം അബ്രാഹത്തെ പോലെ സർവവും നൽകി ഞാൻ ആരാധിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ചേർന്ന് പാടാം. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി തീർന്ന ഈശോ, നമുക്ക് വേണ്ടി മുറിവേറ്റവൻ, തൻ്റെ രക്തം പൂർണ്ണമായി ഒഴുക്കി നമ്മളെ വിശുദ്ധീകരിക്കവൻ, സാത്താൻ്റെ അടിമത്തത്തിൽ നമ്മളെ വിടുവിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ, ഇന്നും ജീവിക്കുന്ന ത്രിയേക ദൈവത്തെ, പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ ഒരുമിച്ച് പാടി നമുക്ക് ആരാധിക്കാം. മരുഭൂവിൽ മന്ന പൊഴിച്ചവനെ, ആഴിയെ രണ്ടായി മുറിച്ചവനെ. മരുഭൂവിൽ മന്ന പൊഴിച്ചവനെ, ആഴിയെ രണ്ടായി മുറിച്ചവനെ. ദാവീദിനെ പോലെ ഞാൻ നൃത്തമാടി രാജാധിരാജനെ ആരാധിക്കുന്നു. ദാവീദിനെ പോലെ ഞാൻ നൃത്തമാടി രാജാധിരാജനെ ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. ചേർന്ന് പാടിക്കേ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. ചേർന്ന് പാടാം. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവ
ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന, ഏറ്റുപാടാം. ദൈവമേ ആരാധന, ദൈവമേ ആരാധന, റൂഹായി ആരാധന, റൂഹായി ആരാധന, റൂഹായി ആരാധന, റൂഹായി ആരാധന, റൂഹായി ആരാധന, റൂഹായി ആരാധന, സ്നേഹമേ ആരാധന, സ്നേഹമേ ആരാധന, സ്നേഹമേ ആരാധന, സ്നേഹമേ ആരാധന, സ്നേഹമേ ആരാധന. നമ്മുടെ മധ്യത്തിനുള്ളിരിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയാം. ഇതാ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവാനുഗ്രഹത്താൽ നമ്മളെ ഒരുമിച്ച് ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. ഈ 4-ാം ദിവസത്തെ ആരാധനയിൽ പങ്കെടുക്കാൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം. ഗ്രേസി ടീച്ചറിലൂടെ നമ്മൾ വചനം കേട്ടു. നമ്മുടെ സമൂഹത്തിലെ വലിയൊരു പ്രശ്നമായി ഇപ്പോൾ നിൽക്കുന്നു. ആയിരക്കണക്കിന് യുവാക്കൾ, പ്രത്യേകിച്ച് യുവതിവാക്കൾ ജീവിതാന്തസ്സിൽ പ്രവേശിക്കാതെ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ കാണാൻ സാധിക്കും, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് തക്കതായ ഇണയെ കിട്ടുന്നില്ല. നമ്മുടെ ക്ലാസ്സിലൂടെ കേട്ടപ്പോൾ അതിൻ്റെ പല കാരണങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വന്നു. അതെല്ലാം ഇപ്പോൾ നമ്മൾ സമർപ്പിക്കുകയാണ്. നമുക്ക് ദൈവത്തോട്, ദൈവമേ, ഇന്നും ജീവിക്കുന്ന യേശുവേ, പരിശുദ്ധാത്മാവേ, ഈ പ്രശ്നത്തിന് ഉത്തരം തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, സാറയുടെ വിവാഹം നടക്കാൻ തടസ്സം, തോബിയാസിൻ്റെ വിവാഹ തടസ്സം, റഫായൽ മാലാഖ സഹായിച്ചപ്പോൾ രണ്ടുപേരുടെയും അവർ വീണ്ടും ഒന്നായി തീരുവാൻ ഇടവരുത്തി. അതെ, വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവാനുഗ്രഹത്തിൽ തോബിയാസിന് അനാദികാലം ഒരുക്കിയ വ്യക്തിയാണ് സാറ. ആ സാറയെ കണ്ടെത്താനും സ്വീകരിക്കാനും, സാറയുടെ വിവാഹ തടസ്സം മാറാനും, തോബിയാസിനെ കൃത്യമായ ജീവിത പങ്കാളി അടുക്കലേക്ക് എത്തിക്കാനും സഹായിച്ചത് ദൈവം അയച്ച റഫായൽ മാലാഖയാണ്. ആ മാലാഖയോട് സഹായം ചോദിച്ചുകൊണ്ട് ദിവ്യകാര സന്നിധിയിൽ പ്രവൃത്തരെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടും അതിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത, തക്ക തുണ ലഭിക്കാത്ത എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ആയിരക്കണക്കിന് നമ്മുടെ യുവാക്കളെ സമർപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് പ്രവൃത്തരെ ക്ലാസ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി, ആയിരക്കണക്കിന്, ലക്ഷത്തിലധികം യുവാക്കളുണ്ട്. എന്നാൽ അതിന് തക്കതായ സ്ത്രീകളെ അല്ലെങ്കിൽ യുവതികളെ കിട്ടാനില്ല. സമർപ്പിക്കാം. കർത്താവേ, എന്നെ പുതിയ വഴികൾ, നീ എന്താണോ ഈ പ്രശ്നം പരിഹരിക്കാൻ നീ ഒരിക്കൽ സ്വർഗത്തിൻ്റെ വഴി റഫാൽമാലെ സഹായത്താൽ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. തോബിയാസിന് സാറയെ നൽകി, റഫായേൽ ദൂതനെ തോഴനാക്കി. തോബിയാസിന് സാറയെ നൽകി, റഫായേൽ ദൂതനെ തോഴനാക്കി. ആക്കരം നീട്ടി ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തേണമേ. ആക്കരം നീട്ടി ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തേണമേ. വീണ്ടും ടീച്ചറിൻ്റെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കി, വിവാഹം ദൈവം യോജിപ്പിക്കുന്ന ദൈവിക പ്രവർത്തനമാണ്.
എന്നാൽ ഇന്ന് നമ്മുടെ സമുദായത്തിൽ, സഭയിൽ, കമ്മ്യൂണിറ്റിയിൽ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നതിന് പകരം സമ്പത്തും വിദ്യാഭ്യാസത്തിനും സ്ഥാനം കൊടുത്തുകൊണ്ട് അതൊരു വിഗ്രഹം പോലെ ആയിത്തീർന്ന് ഇവിടെ അത് മുഖാന്തരം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തവരുണ്ട്. സമർപ്പിക്കാം. ദൈവം യോജിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അതിനേക്കാൾ ഉപരി ജോലിയെ സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാ കാര്യങ്ങളും ക്രമമായി നടക്കണം, സമ്പത്ത് വേണം. അങ്ങനെയുള്ള എല്ലാ മനോഭാവങ്ങളെയും ഈശോയോട് സമർപ്പിക്കാം. കർത്താവേ, ദൈവവചനപ്രകാരം വിവാഹമെന്ന കൂദാശയെ കാണുവാനും സ്വീകരിക്കുവാനും സമ്പത്തും സൗന്ദര്യവും ആരോഗ്യത്തെക്കാളും കുടുംബമഹിമയെക്കാളും എല്ലാറ്റിനുപരി യേശുവെ അങ്ങയുടെ വചനത്തിലും അങ്ങിലും വിശ്വസിച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. തോബിയാസിന് സാറയെ നൽകി റപ്പയിൽ ദൂതനെ തോഴനാക്കി. തോബിയാസിന് സാറയെ നൽകി റപ്പയിൽ ദൂതനെ തോഴനാക്കി. ആക്കരം മീട്ടി ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തേണമേ. ആക്കരം മീട്ടി ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തേണമേ. വീട് നമ്മുടെ സമൂഹത്തിലെ മറ്റൊരു പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. നമ്മുടെ യുവതിവാക്കൾ എല്ലാം സെറ്റിലായതിനു ശേഷം മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്നൊരു ധാരണ. ഇപ്പോൾ ഇവിടെ ആ മേഖലകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. പഠിത്തം പൂർത്തിയാക്കി ജോലി കെട്ടി വീടെല്ലാമായി സ്ഥിര വരുമാനമെല്ലാമായിട്ട് മാത്രം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. അപ്രകാരം ഒരുങ്ങി പലർക്കും പ്രായം വളരെയധികം കടന്നുപോയി. അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് നേരത്തെ വിവാഹം കഴിക്കാനാണ്. ഇപ്പോൾ ഇവിടെ വരെ 25 വയസ്സിൽ താഴെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട യുവതിവാക്കൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ദാനമായി നൽകുന്ന 127 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരബല സമ്മാനവും. സമൃദ്ധമായിട്ട് മക്കളെ സ്വീകരിക്കുവാൻ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനത്തിനും യഥാർത്ഥ കുടുംബത്തിനും എതിരായിട്ടുള്ള മനുഷ്യൻ്റെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളിൽ മാറ്റം വരുവാൻ, ദൈവജനപ്രകാരം ക്രമപ്പെടുവാൻ, പ്രത്യേകിച്ച് വിവാഹം നേരത്തെ നടക്കുവാൻ 25 വയസ്സിൽ താഴെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട യുവതിവാക്കൾ വിവാഹം കഴിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കുവാനുള്ള കൃപയ്ക്കായി പാടി പ്രാർത്ഥിക്കാം. തോബിയാസിന് സാറയെ നൽകി റപ്പയിൽ ദൂതനെ തോഴനാക്കി. തോബിയാസിന് സാറയെ നൽകി റപ്പയിൽ ദൂതനെ തോഴനാക്കി. ആക്കരം മീട്ടി ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തേണമേ. ആക്കരം മീട്ടി ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തേണമേ. എവിടെയാണെങ്കിലും ഞങ്ങളുടെ വലുത് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കാത്ത എല്ലാ യുവതിവാക്കളെ സമർപ്പിക്കാം. വിവാഹത്തെ പ്രവേശിക്കാനുള്ള മടി മാറുവാൻ, അലസത മാറുവാൻ, ഭയം മാറുവാൻ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇത് അനേക വ്യക്തികൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു.
അവർക്ക് വിദേശത്തുള്ളവരോട് മാത്രമേ കല്യാണമാലോചന താല്പര്യമുള്ളൂ. നാട് വിട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി മാത്രം വിവാഹത്തെ കാണുന്നവർ, അങ്ങയുടെ എല്ലാ മനോഭാവം മാറി കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവതിവാക്കൾക്ക് വിവാഹം എന്ന കുലാശയുടെ കൃപ സ്വീകരിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ജീവിതം തുടങ്ങാനുള്ള ധൈര്യം ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ, ഞങ്ങളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ മേൽ, ഞങ്ങളുടെ യുവതിവാക്കളുടെ മേൽ സാറായെ ബാധിച്ചിരിക്കുന്ന പോലെയുള്ള എന്തെങ്കിലും തിന്മയുടെ ആത്മാവുണ്ട് വിട്ടുമാറുവാൻ 2 കരങ്ങൾ ഉയർത്തി നമ്മുടെ പ്രിയപ്പെട്ട യുവതിവാക്കളെ അനുഗ്രഹിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. തോബിയാസിന് സാറയെ നൽകി, റപ്പായിൽ ദൂതനെ തോഴനാക്കി. തോബിയാസിന് സാറയെ നൽകി, റപ്പായിൽ ദൂതനെ തോഴനാക്കി. ആകരം നീട്ടി ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തേണമേ. ആകരം നീട്ടി ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തേണമേ. വീട് കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രവിടരെ, നമ്മുടെ സമൂഹത്തിൽ ധാരാളം വിവാഹ മോചനം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കഥകൾ നമ്മുടെ യുവതിവാക്കൾ കേൾക്കുന്നു. അത് മുഖാന്തരം പല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹം കഴിക്കാൻ മടിയാണ്. വിവാഹ ജീവിതത്തിൽ കമ്മിറ്റ്മെൻ്റ് എടുക്കാൻ താല്പര്യമില്ല. ചിലവർ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ തലമുറ ഇല്ലാതാകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതെങ്കിലും കുടുംബം ഈ രാത്രിയിൽ വിവാഹം കഴിച്ചതിന് ശേഷം വെറുതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്, എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് യോജിപ്പിച്ചത് മനുഷ്യരായി ഞങ്ങൾ വേർപ്പെടുത്താതിരിക്കുവാൻ, കുടുംബജീവിതത്തിൻ്റെ ആയ സുഖദുഃഖങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായി തിരിച്ചറിഞ്ഞ് പച്ചയായ ജീവിതത്തെ അംഗീകരിക്കുവാൻ, അത് ചേർത്ത് പിടിക്കുവാൻ, കർത്താവേ, ഞങ്ങളുടെ യുവതിവാക്കളുടെ ഉള്ളിലുള്ള അനേക പ്രഭാഷണങ്ങളിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഭയം ജനിപ്പിക്കുന്ന പീഡന കഥകളെല്ലാം എൻ്റെ സ്വാധീനം വിട്ട് മാറി ദൈവകൃപയെ നിറയുവാൻ റഫാൽമാരുടെ സഹായത്തോടെ ഈശോയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തോബിയാസിന് സാറയെ നൽകി, റപ്പായിൽ ദൂതനെ തോഴനാക്കി. തോബിയാസിന് സാറയെ നൽകി, റപ്പായിൽ ദൂതനെ തോഴനാക്കി. ആകരം നീട്ടി ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തേണമേ. ആകരം നീട്ടി ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തേണമേ. നമുക്ക് സ്നേഹത്തോടെ ഈ മേഖലയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പുതിയ വഴികൾ തുറക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിനോട് പാടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ ഇത് പരിഹരിക്കാൻ നമ്മുടെ യുവാക്കൾക്ക് യഥാർത്ഥ നല്ല ജീവിത പങ്കാളി കിട്ടാനുള്ള വഴിയില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം. എന്നാൽ അന്ധകാരത്തിൽ ദൈവം നമുക്ക് പ്രകാശം തരും. ചെങ്കടൽ ലഭിച്ച പരിശുദ്ധാത്മാവ്, മരുഭൂമിയിൽ വെച്ച് കാടപ്പക്ഷിയെയും മന്നയും കൊടുത്ത പരിശുദ്ധാത്മാവ്, നമ്മുടെ പ്രിയപ്പെട്ട വിവാഹം കഴിക്കാൻ ഒരുങ്ങിയിട്ടും നടക്കാതിരിക്കുന്ന എല്ലാവർക്കും തക്കതായ തുണയെ ദൈവം കൊടുക്കും. അതിനായിട്ട് പുതിയ വഴികൾ കണ്ടെത്തുവാൻ സഭയുടെ നേതൃത്വം ആ ദൗത്യം ഏറ്റെടുക്കുവാൻ, ദൈവം എവിടെയാണോ നമ്മുടെ യുവതിവാക്കൾക്കാട് ഒരുക്കിയിരിക്കുന്ന വ്യക്തിയെ കണ്ടെത്തുവാൻ
റഫായൽ മാലാഖ നമ്മളെ സഹായിക്കും. ഈശോ പ്രിയപ്പെട്ട യുവാവേ, യുവതിയെ നിന്നെ സഹായിക്കും. യേശു പരിശുദ്ധാത്മാവ് വഴി തുറക്കും. കർത്താവെ, അതിനുവേണ്ടി ശക്തമായ തീരുമാനമെടുക്കുവാൻ, സഭയുടെ നേതൃത്വം എടുക്കുവാൻ, സമുദായ നേതാക്കന്മാരെടുക്കുവാൻ, കൃത്യമായ തീരുമാനമെടുത്ത് മുന്നോട്ടിറങ്ങുവാൻ, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വഴികൾ അവർക്ക് വെളിപ്പെടുത്തി കിട്ടുവാൻ പരിശുദ്ധാത്മാവിനോട് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. നയിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ലോ, പ്രവർത്തികൾ ഫലമണിയും. നടത്തുന്നവൻ സ്വർഗീയനല്ലോ, തെളിച്ചിടും അവൻ വഴികൾ. നയിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ലോ, പ്രവർത്തികൾ ഫലമണിയും. നടത്തുന്നവൻ സ്വർഗീയനല്ലോ, തെളിച്ചിടും അവൻ വഴികൾ. പ്രാവായി പറന്നിടുന്നു, എന്നെ തീയായി മാറ്റിയിടുന്നു. ബന്ധനമഴിഞ്ഞിടുന്നു, എന്നിൽ ധീരതയേകിടുന്നു. പ്രാവായി പറന്നിടുന്നു, എന്നെ തീയായി മാറ്റിയിടുന്നു. ബന്ധനമഴിഞ്ഞിടുന്നു, എന്നിൽ ധീരതയേകിടുന്നു. ഒരു പുതിയ ദർശനങ്ങൾ ലഭിച്ച് സഭയെ പണിതുയർത്തുവാൻ, എല്ലാവരും വിവാഹം വരും ദിവസങ്ങളിൽ തന്നെ നടക്കുവാൻ, തക്കതായ വ്യക്തികളെ കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. വരണ്ട നിമിഷങ്ങളിൽ കുളിരായി വന്നിടുന്നു, ഇരുണ്ട മാർഗങ്ങളിൽ പ്രകാശമായിടുന്നു. വരണ്ട നിമിഷങ്ങളിൽ കുളിരായി വന്നിടുന്നു, ഇരുണ്ട മാർഗങ്ങളിൽ പ്രകാശമായിടുന്നു. നിന്നിടും ഞാൻ സന്നിധി, ചെയ്തിടും തിരുഹിതം പോൽ. നിന്നിടും ഞാൻ സന്നിധി, ചെയ്തിടും തിരുഹിതം പോൽ. പ്രാവായി പറന്നിടുന്നു, എന്നെ തീയായി മാറ്റിയിടുന്നു. ബന്ധനമഴിഞ്ഞിടുന്നു, എന്നിൽ ധീരതയേകിടുന്നു. പ്രാവായി പറന്നിടുന്നു, എന്നെ തീയായി മാറ്റിയിടുന്നു. ബന്ധനമഴിഞ്ഞിടുന്നു, എന്നിൽ ധീരതയേകിടുന്നു. പരിശുദ്ധാത്മാവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിവാഹ തടസ്സം മാറ്റി സഭയിൽ പുതിയ കുടുംബങ്ങൾ രൂപപ്പെടട്ടെ. ധാരാളം മക്കൾക്ക് ജന്മമേകട്ടെ. സഭ ചലിക്കട്ടെ. സമുദായം ഉണരട്ടെ. ആത്മാവിൽ ഉണരട്ടെ. അവിശ്വസ്തരായിടുമ്പോൾ വിശ്വസ്തരാക്കിടുന്നു. അസാധ്യമായിടുമ്പോൾ സാധ്യതയേറിടുന്നു. അവിശ്വസ്തരായിടുമ്പോൾ വിശ്വസ്തരാക്കിടുന്നു. അസാധ്യമായിടുമ്പോൾ സാധ്യതയേറിടുന്നു. തീർന്നിടാം ഞാൻ സാക്ഷിയായി സ്വർഗദർശന പാതയിൽ. തീർന്നിടാം ഞാൻ സാക്ഷിയായി സ്വർഗദർശന പാതയിൽ. പ്രാവായി പറന്നിടുന്നു, എന്നെ തീയായി മാറ്റിയിടുന്നു. ബന്ധനമഴിഞ്ഞിടുന്നു, എന്നിൽ ധീരതയേകിടുന്നു. പ്രാവായി പറന്നിടുന്നു, എന്നെ തീ
മാറ്റിടുന്നു. എല്ലാവരും ബന്ധനമഴിഞ്ഞിടുന്നു, എന്നിൽ ധീരതയേകിടുന്നു. പ്രാവായി പറന്നിടുന്നു, എന്നെ തീയായി മാറ്റിടുന്നു. ബന്ധനമഴിഞ്ഞിടുന്നു, എന്നിൽ ധീരതയേകിടുന്നു. നമുക്ക് എവിടെയാണെങ്കിലും ദിവ്യകാല സന്നിധിയിൽ മുട്ടുമടക്കാമെങ്കിൽ മുട്ടുമടക്കി അവൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഈ സമയത്ത് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് തോബിയാസിൻ്റെയും സാറയുടെയും ജീവിതം ധന്യമാക്കിയതുപോലെ രണ്ടുപേരെ വിവാഹ തടസ്സങ്ങൾ മാറി അവരെ കൃത്യമായിട്ട് എത്തേണ്ടടുത്ത് എത്തിച്ച റഫാൽമാരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുവാൻ, സാറായ മേൽ ആവസിച്ചതുപോലെ ഏതെങ്കിലും ദുരാത്മാവ് നിങ്ങളിൽ ആവസിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പൂർണ്ണ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവ്യകാരണ ആശീർവാദ സമയത്ത് നിങ്ങൾ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹ തടസ്സം മാറി അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് സങ്കീർത്തനം 127:3 അഭിഷേകം ലഭിക്കുവാൻ, അതോടൊപ്പം നമ്മുടെ എല്ലാ യുവതി യുവാക്കളും 25 വയസ്സിൽ താഴെ തന്നെ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹത്തിലേക്ക് പ്രവേശിച്ച് യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ വില്ലാളി വീരൻ്റെ കയ്യിൽ അസ്ത്രങ്ങളെ പോലെയാണ്. അതുപോലെ ശക്തരായ വരും തലമുറയ്ക്ക് ജന്മമേകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അതിനുള്ള എല്ലാ കുട്ടികളുടെ മനസ്സിലുള്ള മറ്റ് നെഗറ്റീവായിട്ടുള്ള ലോകപ്രകാരമുള്ള ചിന്തകളിൽ നിന്നെല്ലാം മാറി ദൈവജനപ്രകാരം ചിന്തിക്കാനുള്ള കൃപയും അങ്ങനെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ബുദ്ധിയുടെ അന്ധകാരമെല്ലാം മാറ്റപ്പെടുവാൻ ദൈവവിധ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ ദിവ്യകാരണ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പറയാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.